ഞാനൊരു ഉപജീവനാർത്ഥം ഒരു മാധ്യമ പ്രവർത്തകനും 10-24 വർഷം അങ്ങനെ ജീവിച്ചു. അതിനോടൊപ്പം തന്നെ എഴുത്ത് നമ്മുടെ ഒരു പാഷൻ എന്നുള്ള രീതിയിൽ, എഴുത്തെന്ന് വെച്ചാൽ നമ്മുടെ പുസ്തകരചന, നമ്മൾ സാഹിത്യകാരൻ എന്നൊക്കെ പറയാവുന്ന മട്ടിലുള്ളൊരു ജീവിതം ജീവിക്കുകയും പിന്നീട് നമ്മൾ എഴുതിയ പുസ്തകങ്ങളിലെ കണ്ടൻറ്റിനെ അവലംബിച്ച് സിനിമയിലേക്ക് ക്ഷണിക്കപ്പെടുകയും ചെയ്ത ഒരാൾ എന്നുള്ള നിലയിൽ ഈ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. എന്താണ് സിനിമയിൽ നടക്കുന്നതെന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കാലത്തും സാഹിത്യത്തിലും വെച്ച് നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിലുള്ളൊരു അഭിപ്രായമാണ് ഇത് പറയേണ്ടത്. അപ്പം പൂർണ്ണ സമയമായി സിനിമയിൽ നിൽക്കുന്നവർക്ക് ബോധ്യമാകുന്ന മറുപടികളായിരിക്കുമോ എൻ്റെതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എഴുത്തുകാരൻ്റെ ഒരു കാഴ്ചയിൽ അവിടേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അത്യധ്വാനത്തിൻ്റെ ഒരിടം എന്നുള്ള നിലയിൽ ഭാഗ്യം ഇത് ചെയ്യുന്നു. ഒരാൾ ഇൻട്രോവേർട്ടായ ഒരു കലാകാരന് എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റുക, കല കുറച്ച് കുറഞ്ഞാലും വളരെ എക്സ്ട്രോവേർട്ടായ ഒരാൾക്ക് കുറേ കൂടെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഇടങ്ങൾ, ഇങ്ങനെയൊക്കെ ആയിട്ടാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, നമ്മുടെ സിനിമയിൽ യുവാക്കൾ അല്ലെങ്കിൽ യുവജനത എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം ഈ പറഞ്ഞ ചോദ്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് വളരെ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ മാത്രമല്ല, ഇവിടുത്തെ സർക്കാരും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഏകദേശം ഈ സിനിമയെ നേരിട്ടും അല്ലാതെയുമൊക്കെയായി സിനിമ ഒരു സ്വപ്നം എന്നുള്ള രീതിയിൽ കൊച്ചിയിൽ വന്ന് തമ്പടിച്ചിരിക്കുന്ന ഏകദേശം ഒരു 10-50,000 പേരെങ്കിലും ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഈ ചെറുപ്പക്കാരൊക്കെ എങ്ങനെ ജീവിക്കുന്നു? ഇതിൻ്റെ അകത്ത് നമ്മളീ നേരത്തെ പറഞ്ഞ കണക്കുള്ള ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് അടുത്ത തലമുറ എന്നൊക്കെ ഉള്ള തുടർന്ന് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ടുള്ള കുറച്ചും കൂടെ എളുപ്പം ആയ സാധ്യത വെച്ചാൽ കയറി കഴിഞ്ഞ് സർവൈവ് ചെയ്യുക എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ കാര്യമായ സഹായം എത്ര കണ്ട് സഹായം എന്നുള്ളതൊക്കെ ആൾക്കാരെ ഓരോ വ്യക്തിയെ അനുബന്ധിച്ചിരിക്കുന്നു. പക്ഷേ അതല്ലാതെ വരുന്ന അതിപ്രതിഭാശാലിയായ ഒരു ചെറുപ്പക്കാരൻ അഥവാ ചെറുപ്പക്കാരിയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയുടെ പാർശ്വങ്ങളിലേക്ക് വിളിമ്പുകളിലേക്ക് എത്തപ്പെടുന്ന ഒരാൾ എങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു എന്നുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് ഒരു വലിയ പ്രഹേളികയാണ്. ആദ്യം കൊച്ചിയോ അല്ലെങ്കിൽ പോയി നിന്നിട്ട് സർവൈവ് ചെയ്യുക, ഇതിൻ്റെ മാർഗ്ഗങ്ങൾ അന്വേഷിക്കുക. നിങ്ങളുടെ കയ്യിൽ ആകെ ഉള്ളൊരു സംഗതി എന്ന് പറയുന്നത്, നിങ്ങൾ റൈറ്ററാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒന്നാം തരമായി എഴുതാൻ എന്നെക്കൊണ്ട് കഴിയും എന്നുള്ള ആത്മവിശ്വാസം എന്നുള്ള ഒരു സംഗതിയാണ് മാത്രം അവിടെ ഉള്ളത്. പക്ഷേ സിനിമയെ സംബന്ധിച്ചിടത്തോളമെങ്കിൽ സമ്പത്താണ് അതിൻ്റെ ചിട്ടവട്ടങ്ങളെ തീരുമാനിക്കാവുന്നത്. നിങ്ങൾ കൊടുക്കുന്ന ഈ കണ്ടൻറ്റ് ഒരു കിങ്ങാണ് എന്ന് നമുക്ക് പറയാം. കിങ് എന്നുള്ള മാത്രമല്ല, എംബറർ എന്നാണെന്ന് നമുക്ക് പറയേണ്ടി വരും കണ്ടൻറ്റ് എന്ന് പറയുന്നത് സംഗതി. അപ്പോൾ എന്നെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും തിരക്കി വരുന്നുണ്ടെങ്കിൽ ഈ കണ്ടൻറ്റിൻ്റെ ബലം ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ കണ്ടൻറ്റിനെ വാങ്ങിച്ച് എത്രയോ ഇരട്ടിയായി പൊലിപ്പിക്കാമെന്നുള്ളൊരു സ്വപ്ന പദ്ധതിയുടെ മേലെയാണ് നമ്മൾ ഈ കണ്ടൻറ്റിൻ്റെ മേൽ ഈ പണം ചിലവാക്കുകയും അതിൻ്റെ പിന്നാലെ ഒരു നടൻ വരികയും ഒക്കെ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ആവുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമ്മളൊരു ഫിക്സഡ് എഴുതി വയ്ക്കപ്പെടുന്ന ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഒരു ആൾക്കാർ വന്ന് നോക്കുന്ന ഒരു പുസ്തകം എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം, പക്ഷേ അത് ഈ 10-20 വർഷം അല്ല 10-25 വർഷത്തിൻ്റെ എഴുത്തിന് ശേഷം വന്നതാണെങ്കിലും ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കണ്ടൻറ്റ് സ്ട്രോങ് ആണ് എന്ന് അവന് അറിയാനായിട്ടുള്ള ഉപാധികൾ അല്ലെങ്കിൽ ഒരകല്ലുകളെന്ന് പറയുന്നത് പിന്നെ ഈ പ്രൊഡക്ഷൻ കമ്പനികൾ മാത്രമാണ്. ആ പ്രൊഡക്ഷൻ കമ്പനിയിൽ ചെന്ന് നിൽക്കുന്ന അവൻ്റെ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഈ കണ്ടൻറ്റിൻ്റെ കാതൽ പിന്നെ മനസ്സിലാക്കാനായിട്ടുള്ള കുറേ ഉപാധികളാണ്. അവർ ഇതിൻ്റെ എത്ര ആർട്ടിനോട് എത്ര കണ്ട് തൽപരരാണ് എന്നുള്ളത് നമുക്കറിയാൻ വയ്യ.
ഇതിൽ നിന്ന് സ്ക്യൂസ് ചെയ്ത് എങ്ങനെ ഒരു വലിയ സാമ്പത്തിക വിജയമോ ഒക്കെ ഉണ്ടാക്കാവുന്ന ചേരുവകൾ ഇവയിൽ എത്രയുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും നോക്കുന്നത് ആൾക്കാർ. അപ്പം ഇതിൻ്റെയൊക്കെ ഇടയിൽ വെച്ച് ഇദ്ദേഹത്തിൻ്റെ ഈ കലാചാതുരി അല്ലെങ്കിൽ കലയോടുള്ള അയാളുടെ വിശ്വാസം നഷ്ടപ്പെടാനുള്ള പല സാധ്യതകൾ ഈ സിനിമയെ സംബന്ധിച്ച് ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ചാനൽ എന്നൊക്കെ പറയുന്നത്, നമ്മുടെ കയ്യിലൊരു കണ്ടൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ചാനൽ കൃത്യമായും ആ ചാനൽ ഇതാണെന്നുള്ളതും അതിൻ്റെ ഒരു മാർക്കറ്റ് ഒരു മാർക്കറ്റ് എന്താ നിങ്ങൾ കണ്ടൻറ്റ് കൊണ്ട് പ്രസൻറ്റ് ചെയ്യാവുന്ന ഒരു മാർക്കറ്റ്, അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് മോഷ്ടിക്കപ്പെടാതിരിക്കാനുള്ള ഒരു കരുതലുകൾ, ഇതൊക്കെയാണ് ചെറുപ്പക്കാർക്ക് വേണ്ടതെന്നാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പൊന്മാനെ വെച്ചിട്ടൊരു കാര്യം ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചോദിക്കാം. അതായത് നമ്മുടെ 4-5 ചെറുപ്പക്കാരൻ നോവൽ എടുക്കുമ്പോൾ ഇതിൽ ഈ അമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, അപ്പോൾ അതായത് സ്റ്റെഫി ഗ്രാഫിൻ്റെ അമ്മ, അപ്പോൾ അവർ ഈ പള്ളിയിൽ അച്ഛനോട് പറയുന്നുണ്ടല്ലോ നോവലിൽ, ഈ വ്യവസ്ഥയെല്ലാം ഒരവസ്ഥ വരെ ഉള്ളൂ അച്ചോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ സിനിമയിൽ നമ്മൾ അവരെ അങ്ങനെ ഒരു പവർഫുൾ ക്യാരക്ടറായിട്ട് കാണിക്കുന്നില്ല. പലപ്പോഴും വളരെ നിസ്സഹായമായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് സിനിമയിൽ അവർ മാറിയെന്ന് എനിക്ക് തോന്നി ഇത് കണ്ടപ്പോൾ. പക്ഷേ നോവലിൽ അങ്ങനെയല്ല. നോവലിൽ വളരെ ശക്തമായ ഒരു ക്യാരക്ടറാണ്. ഇവർ ആ പൗരോഹിത്യത്തെ തന്നെ എതിർത്തുകൊണ്ട്, അവരുടെ ഈ പിരിവ് കിട്ടാതെ പോയിട്ട് അതിനെ തന്നെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരാൾ, അത് അച്ഛനോട് തന്നെ എതിർത്ത് സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ, അത്രയും പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ പതിപ്പിൽ ഇത് ഒരു ക്യാപ്ഷൻ പോലെ തന്നെ വെച്ചിരുന്നു എന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണ്, മനോരമ ഇറക്കിയ സമയത്ത്. അപ്പോൾ അതൊരു കോംപ്രമൈസ് ആയിരുന്നു. എന്തായിരുന്നു അതിൻ്റെ പുറകിൽ സംഭവിക്കുന്നത്? അത് പ്രസക്തമായൊരു ചോദ്യമാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ സത്ത എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ എഴുതപ്പെടുന്ന ഒരു സംഗതി, സാഹിത്യത്തിൽ എഴുതപ്പെടുന്ന ഒരു കാര്യം സിനിമയിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത് എന്ത്, അതിൽ ഉരുവം കൊണ്ട് മാറുന്ന എന്തൊക്കെയാണ്, അത് ഈ ഭയങ്കര കണ്ടീഷനിങ്ങിന്, പല കണ്ടീഷൻസിന് വിധേയമാകുന്നൊരു സംഗതിയാണ് ഈ തിരക്കഥ എന്ന് പറയുന്ന ഒരു സാധനം. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ, ആ പുസ്തകത്തിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീനുകളിൽ ഒന്നായിരുന്നു അതിൽ ആഗ്നസ് എന്ന് പറഞ്ഞിട്ടുള്ള ലേഡി ഈ സ്വർണം തിരിച്ചു കൊടുക്കണമെന്ന് അച്ഛൻ പറയുന്ന, പള്ളിയിൽ അച്ഛൻ വിളിച്ചു വരുത്തി പറയുന്നൊരു സീനുണ്ട്. അപ്പോൾ അവിടെ അവർ ഈ വ്യവസ്ഥ കാരണം, ആരെയും പറ്റിക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നൊരു സ്ത്രീ വ്യവസ്ഥ കാരണം മറ്റുള്ളവരെ പറ്റിച്ച ഒരു തട്ടിപ്പുകാരിയായി ചിത്രീകരിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ ഒരു ആത്മരോഷം അവർ പറയുന്നൊരു സംഗതിയാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പം പറയുന്നത്, നിനക്ക് വ്യവസ്ഥയില്ലേ ആഗ്നസ് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, വ്യവസ്ഥയൊക്കെ ഒരു അവസ്ഥ വരെ ഉള്ള അച്ചോ എന്ന് ചോദിച്ചിട്ട്, സ്വർണ്ണം അത്രയ്ക്ക് കൂടുതൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അരമനയിൽ ഇഷ്ടം പോലെ ഇരിപ്പുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്ത് ഉരുക്കി ഈ പ്രശ്നം അങ്ങ് തീർക്കച്ചോ എന്ന് ചോദിക്കുന്നൊരു ഭാഗം നിർഭാഗ്യവശാൽ സിനിമയിൽ വന്നില്ല. അത് വരാത്തത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ഉത്തരവാദി അതിൻ്റെ സംഭാഷണങ്ങൾ എഴുതുകയും അതിൻ്റെ തിരക്കഥയിൽ രണ്ടുപേരിൽ ഒരാളെ പ്രവർത്തിക്കുകയും സിനിമയിൽ ഉടനീളം ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് സ്വാഭാവികം എനിക്കും ഉണ്ടാവുമല്ലോ, സ്വാഭാവികം. പക്ഷേ എഴുതുന്ന ഒരാളിനോട് പലപ്പോഴും സിനിമയ്ക്ക് അതിൻ്റെ ചട്ടക്കൂടുകളിൽ നീതി പുലർത്താൻ പറ്റണമെന്നില്ല ചിലവ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു പ്രൊട്ടാഗണിസ്റ്റിന് അല്ലെങ്കിൽ പ്രധാന കഥാപാത്രത്തിനെ പിന്തുടർന്നുള്ളൊരു സഞ്ചാരം ഉണ്ട്. അത് സിനിമയിൽ പ്രേക്ഷകൻ ഒരു പ്രധാന കഥാപാത്രയോ അല്ലെങ്കിൽ 1-2-3 പ്രധാന കഥാപാത്രങ്ങളെയോ പിന്തുടരുന്നതിൻ്റെ സൂക്ഷ്മത അവിടെ വളരെ കൂടുതലാണ്. നോവലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പല കഥാപാത്രങ്ങളിലൂടെ മാറി വന്ന് ഒരു വലിയ സീൻ അവിടെ ഈ അമ്മയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ അത് ഒരു കണ്ടീഷൻ കഴിഞ്ഞിട്ടാണ്. സിനിമയിൽ വരുമ്പോഴത്തേക്ക് ഒരു കണ്ടീഷൻ കഴിഞ്ഞിട്ട് ഈ അമ്മ എങ്ങനെയാണ് അഭിനയിച്ച് വരുന്നത് എന്നതിനെ ആശ്രയിച്ചിട്ട് അവരുടെ രൂപപ്പെടുത്തിയ ഒരു കെമിസ്ട്രി രൂപപ്പെടുത്തിയിട്ടുണ്ടാകും. സിനിമയുടെ ഈ ഘട്ടത്തിലെത്തുമ്പോഴത്തേക്ക് സിനിമയ്ക്ക് പൊതുവായിട്ടൊരു കെമിസ്ട്രി രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകും, അതിൻ്റെ നായകനും അതിൻ്റെ ഉപകഥാപാത്രങ്ങളൊക്കെ ചേർന്ന്. അവിടെ ഈ സീൻ എടുക്കാനായിട്ട് വളരെ ലൗഡായിട്ട് ഈ ലേഡി അവിടെ പറയുമ്പോഴത്തേക്ക് അവിടെ ആ സിനിമയുടെ ബാലൻസ് വ്യത്യാസപ്പെടുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പലതവണ ആലോചിച്ചതിന് ശേഷം ആ സീൻ ചിത്രീകരിക്കേണ്ട എന്ന് തീരുമാനിക്കായിരുന്നു. കാര്യം അത് എഡിറ്റർ എടുത്ത് ദൂരെ കളയും. എഡിറ്റർ ഒരു സൂപ്പർ കഥാപാത്രമാണ് സിനിമയുടെ ചിത്രീകരണം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉള്ളൊരു സാധനം. അദ്ദേഹം നമ്മുടെ സാഹിത്യത്തിൽ സാധാരണ എഡിറ്റേഴ്സ് സാമാന്യഗതിയിൽ അധികം ഇല്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. പക്ഷേ സിനിമയെ സംബന്ധിച്ച് അങ്ങനല്ല. നായകനും സംവിധായകൻ്റെയോടും ഒക്കെയും തർക്കിക്കാൻ പോകുന്ന
തരത്തിലുള്ള ഒരാളാണ്, പ്രതിഭാശാലിയായ ഒരാൾ തന്നെയാണ് അതിൻ്റെ എഡിറ്ററും. ഇതിവിടെ നിൽക്കില്ല. ഈ യാത്രയിൽ ഈ സീൻ ഇവിടെ നിൽക്കില്ല, ഇത് ഒലഞ്ഞു നിൽക്കുക, ഇതിൻ്റെ ബാലൻസ് തെറ്റാണ് എന്ന് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അത് പോയത്. അതൊരു കോംപ്രമൈസ് അല്ല, അത് ഈ സിനിമയെ സംബന്ധിച്ചുള്ള അതിൻ്റെ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് അത് സംഭവം വരുന്നത്. അതൊരവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇന്ദുവേട്ടൻ ഇപ്പം ഒരുപാട് വർഷം സാഹിത്യത്തിൽ പ്രവർത്തിച്ചു നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചില സിനിമാ സംരംഭങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ പൂർണ്ണമായിട്ടും ഇതിലേക്ക് നിന്നു. പക്ഷേ പിന്നീട് ആളുകൾ, അതായത് ഈ രാജാവായ കണ്ടൻറ്റിനെ അന്വേഷിച്ച് പല ആളുകളും ഇങ്ങോട്ട് വരുന്ന സമയത്ത് അങ്ങനെ കുറേ സിനിമകൾ ചെയ്തു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് ഈ സിനിമയും സാഹിത്യവും തമ്മിലുള്ള ഒരു അതിർവരമ്പുണ്ടല്ലോ, നമ്മൾ വെച്ചിരിക്കുന്ന ഒരു അതിർവരം, അത് ഇപ്പോൾ കുറഞ്ഞു വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ, അതോ എന്താണ് അതിനകത്ത് ഒരു തോന്നലെന്ന് പറയുന്നത്? ഇല്ല, അത് എപ്പോഴും കൂടി വരികയേ ഉള്ളൂ. കാര്യം എന്ന് വെച്ചാൽ രണ്ട് കാര്യം വേണ്ടതുള്ളൂ. ഒന്ന്, നമ്മൾ ഒരു 2 കടലാസും പേനയിലെ മഷിയുമായി ഇരിക്കുന്ന എന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ അതുപോലും വേണ്ട. നമ്മളിപ്പോൾ ഒരു മഷി വേണ്ട, ഇത് വേണ്ട, ഒരു ലാപ്ടോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങൾക്കൊരു നോവൽ എഴുതി പൂർത്തിയാക്കാം. നിങ്ങളതിന് നിങ്ങളൊക്കെ അതിൻ്റെ റോ മെറ്റീരിയൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി ചിലവഴിക്കുന്നത് ഭാവന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതിഭ എന്നുള്ള ഒരു സംഗതി മാത്രം. അതൊട്ടും കുറഞ്ഞ കാര്യമല്ല. പക്ഷേ ഇതിനെ വളർത്തി ഒരു ചലച്ചിത്രമാക്കി നിങ്ങൾ മുമ്പിൽ കൊണ്ടുവന്ന് എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു യാതന എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ തുടങ്ങുകയാണ്. നമ്മൾ വിടുന്ന അല്ലെങ്കിൽ നമ്മളൊരു കണ്ടൻറ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു പ്രോജക്റ്റ് ആക്കാനായി തുടങ്ങുന്ന ഒരു സംവിധായകൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഏറ്റെടുത്ത ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഒരു യാതന, അതാണ് വലിയ യാഥാർത്ഥ്യം. അദ്ദേഹം ബാങ്കബിളായിട്ടുള്ള ഒരു നടനെ, അല്ലെങ്കിൽ നിങ്ങളാരെങ്കിലും, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരാരെങ്കിലും ഇന്നലെ കണ്ട ഒരു ചെറുപ്പക്കാരനെ വെച്ച് പൊന്മാൻ എന്ന് പറഞ്ഞ 4-5 ചെറുപ്പക്കാർ പൊന്മാനാക്കിയാൽ എത്ര പേർ പോയി കാണും? എത്ര പേർ നിങ്ങൾ വിശ്വസിക്കും ഈ കണ്ടൻറ്റിനെ? അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മുഖപരിചയമുണ്ടതും ഇതെല്ലാം നിങ്ങൾ അപ്പോഴേ കണക്ക് കൂട്ടുകയാണ്, ഇതൊരു നല്ല പ്രോജക്റ്റാണ്. കാരണം എന്താ, ഇത്രയും ആൾക്കാരെ നേരത്തെ രസിപ്പിച്ച, അല്ലെങ്കിൽ ഇത്രയും ഫോളോവേഴ്സുള്ള ഒരു ആളാണ് ഇതിനെ പ്രധാന കഥാപാത്രത്തിനെ ചുമലിലേറ്റുന്നത്. അതിൻ്റെ ഈ ലിംഗനീതിയുടെയും പ്രശ്നമുണ്ട് കേരളത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ സിനിമയുടെയൊക്കെ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സിനിമയിൽ എപ്പോഴും നടനാണ് അതിനെ ഷോൾഡർ ചെയ്യുന്നത്, അതിൻ്റെ സാമ്പത്തിക വശത്തെ. ഈ കേരളത്തിൽ പക്ഷേ സ്ത്രീകളാണ് കൂടുതൽ. പക്ഷെ ഒരിക്കലും എന്തുകൊണ്ട് നടന്മാരെ മാത്രം ആശ്രയിച്ച് അതിനെന്ത് ലിംഗനീതിയിലേക്ക് എത്താനായി നമ്മൾ കഴിയുന്നില്ല? ഞാൻ ഇന്ന സിനിമയില്ലേ, അങ്ങനെ ഒരു സിനിമയില്ലേ എന്നുള്ള ചോദ്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പൊതുവായിട്ട് സിനിമയിൽ കാണുന്ന ഒരു ഇതാണ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ളതൊക്കെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രേക്ഷകരും ഒക്കെയും ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ പ്രേക്ഷക സമൂഹത്തിൽ ലിംഗസമത്വം നടപ്പായാൽ മാത്രമേ സിനിമയും ഈ ലിംഗസമത്വത്തിലേക്ക് അതെത്തത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങളുടെ ഒരു എത്രയോ ഉദാഹരണങ്ങളുണ്ട്. സ്ത്രീയാണ് പ്രൊട്ടാഗണിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് മാറി മറിഞ്ഞ് സിനിമകളിലേക്ക് വരുമ്പോഴത്തേക്ക് അത് നായകൻ എന്നുള്ള രീതിയിലേക്ക് ഇത് മാറ്റാമോ എന്ന് ചോദിക്കുന്ന സ്ഥലവും മാറുകയും ചെയ്യുന്നത്. എങ്കിലേ ഈ പ്രോജക്റ്റ് നടക്കത്തുള്ളൂ. ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന ചെറുപ്പക്കാരുടെ യാതന എന്ന് പറയുന്നത്, ഒരു സിനിമ, ഒരു കണ്ടൻറ്റ് കൈവശം വെച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ നടത്തുന്ന യാത്ര എന്നൊക്കെ പറയുന്നത് വർഷങ്ങൾ നീളുന്ന ഒന്നാണ്. അതിൻ്റെ ഈ നിരന്തര യാത്രകൾ ആൾക്കാരെ കാണുന്നു, ആൾക്കാരെ ഇത് ചെയ്യുന്നു. നിങ്ങൾ എത്ര ശതമാനമാണ് കേരളത്തിലെ സ്ത്രീ സംവിധായകന്മാരുടെ എണ്ണം? എത്ര പേരാണ് ഒരു സിനിമയിൽ ഒരു 100-120 പേര് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം? അപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ നമ്മുടെ കാപ്പ സിനിമ എനിക്ക് ഓർമ്മ വരിക. അപ്പോൾ അതിൽ ഇതിപ്പോൾ സിനിമയുടെ ഉള്ളിലെ കാര്യം നിൽക്കട്ടെ, അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതിൻ്റെ നോവലിൽ കഥയിൽ പടിഞ്ഞാറേക്കൊല്ലം ചോരക്കാലത്തിലെ ഗംഭീരമായിട്ടുള്ളൊരു സംഗതിയാണല്ലോ ഈ കഥയെന്ന് പറയുന്നത്. ഇത് കാപ്പ സിനിമയാക്കുന്ന സമയത്ത് ഈ പറഞ്ഞ സംഭവിക്കുന്നത് എനിക്ക് തോന്നി. അതായത്
സ്ത്രീ കഥാപാത്രങ്ങളാണ് അടുത്ത് വളരെ പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടറാണ് ഈ ബിനു ത്രിവിക്രമനും മറ്റേ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് വരുന്ന ആളും. പക്ഷേ ഈ സിനിമ എടുക്കുമ്പോൾ ഇത് സിനിമ എടുത്ത സമയത്ത് തന്നെ ഇതൊരു അത് വർക്കായില്ല, അല്ലെങ്കിൽ അത് പിന്നീട് ട്രോളുകളായിട്ട് മാറുന്നു, ഇതൊരു തമാശയായിട്ട് മാറുന്നു, ഇവർ വളരെ സീരിയസ് ആയിട്ട്. അപ്പോൾ അത് ഈ സ്ത്രീകൾ ആയതുകൊണ്ടുള്ളൊരു സംഭവമാണോ, അതോ എന്താണത് സംഭവിക്കുന്നതിനകത്ത്? കാപ്പ സിനിമ സംബന്ധിച്ച് അതൊരു പരാജയപ്പെട്ട സിനിമയോ ഒന്നുമല്ല തിയേറ്ററിൽ. അതൊരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സൂപ്പർ ഹിറ്റ് അല്ല. ഞാൻ അങ്ങനെ പരാജയപ്പെട്ടില്ല അല്ല, അങ്ങനെ വന്നില്ലെങ്കിൽ. പക്ഷേ അതിനുശേഷം ഉണ്ടായ ട്രോളുകൾ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടു. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ നിങ്ങൾ ആലോചിക്കണം, 20 മിനിറ്റ് മുമ്പ് ഒരു ആ സിനിമയുടെ 20 അല്ലെങ്കിൽ 15 മിനിറ്റ് മുമ്പ് അതിൻ്റെ പ്രൊട്ടാഗണിസ്റ്റ് സെൻട്രൽ ക്യാരക്ടർ ഒരു വലിയ നടൻ പിന്നെ ഇല്ലാതാവുകയാണ് ആ സിനിമയിൽ. അത് കഴിഞ്ഞതിന് ശേഷം 2 സ്ത്രീകൾ ഈ സിനിമയെ മുമ്പോട്ട് നയിക്കാനായി ശ്രമിക്കുക എന്നുള്ളതാണ്. അതാണ് വ്യാപകമായിട്ട് ഇത് ചെയ്യപ്പെടുന്നത്. അതിലെ ഗുണ്ടകൾ ഈ മട്ടിൽ പെരുമാറണം, ഇല്ലെങ്കിൽ സ്ത്രീകളാണ് അവർ ഗുണ്ടകളാണെന്ന് പോലും നമ്മൾ എഴുതുന്ന എന്നുള്ളതിലേക്കല്ല. അത് ഓരോ അവസ്ഥകളിൽ നമ്മൾ ഇത് ചെയ്യുന്ന കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളും മറ്റുമാണ്. അപ്പോൾ നമ്മൾ നിയതമായ ഒരു പാതയിൽ നിന്ന് മാറി അത് ആ ആർട്ടിസ്റ്റ് വളരെ ഒരു സാധാരണഗതിയിൽ ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞും മുമ്പ് ഞാൻ കൊല്ലപ്പെടുന്നു എന്നുള്ളത് അദ്ദേഹം ധൈര്യപൂർവ്വം, ആ പ്രധാന നടൻ ധൈര്യപൂർവ്വം സമ്മതിച്ച ഒരു സംഗതിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ സിനിമ ടേക്ക് ഓൺ ചെയ്യുന്നത് 2 ലേഡീസ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതിന് മേലുണ്ടാകുന്ന അസഹിഷ്ണുതകൾ എങ്ങനെ സംഭവിക്കുന്നു? അത് സ്ത്രീകളല്ല ആ ട്രോളുകൾ ഉണ്ടാക്കിയത്. ട്രോളുകൾ ഉണ്ടാക്കിയ ആരാണ്? പുരുഷന്മാരാണ് മൊത്തം. അതിൻ്റെ പിന്നിൽ ഇത് ചെയ്യുന്നതും എല്ലാം ഈ അപ്രമാദിത്വത്തിനെ എന്തുകൊണ്ട് ഇവിടുത്തുള്ള ബാക്കി എല്ലാ തരങ്ങളിലും ബുദ്ധിപരമായ കൊണ്ടാണെങ്കിലും ബാക്കിയുള്ള എല്ലാ ശേഷിയിലും അവർ ഐക്യം കൊണ്ടാണെങ്കിലും എല്ലാം കിടപിടിക്കുന്ന സ്ത്രീകൾ ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്യപ്പെടുകയോ ഇങ്ങനെയുള്ള ഓരോ നിസ്സാരം ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോഷ്യൽ മീഡിയകളിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ എല്ലാം ചോദ്യങ്ങൾ ഇതിൻ്റെ ഉത്തരങ്ങളും എല്ലാം ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. സിനിമ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ടതാണ്. കാര്യം അതിൻ്റെ ഒരു മുഖമായി ഈ നമ്മുടെ സമൂഹത്തിന് മുഖമായി നിൽക്കുന്ന ഒരു കാര്യമാണ് സിനിമ. അതുകൊണ്ട് സിനിമ ചർച്ച ചെയ്യുന്നത് നമ്മളുടെ സാമൂഹിക വ്യവസ്ഥിതിയെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ തന്നെയാണ്. ഒരുപാട് ക്ലിയർ ആവാനുള്ള ഒരു സ്ഥലമാണ് ഇത്. അത് സമൂഹം ക്ലിയർ ആവുന്നതിന് ഒപ്പമേ ഈ സിനിമയിലുള്ള ഞാൻ പറഞ്ഞ കണക്കുള്ള ഒരു ലിംഗസമത്വവും അതിൽ പെൺകുട്ടിയാണോ ഒരു ടെക്നീഷ്യനായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു സംവിധായകയായിട്ട് വരുന്നവർ എത്ര പേർ എന്നുള്ളത് ഇതിൻ്റെ കണക്കുകൾ എടുക്കട്ടെ. എന്തുകൊണ്ട് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല സ്ത്രീകൾക്കെന്നുള്ളത്. ഇനി നമ്മൾ സാഹിത്യത്തിലെ കൂടെ ഒന്ന് കയറി വരാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബിന്ദുവേട്ടൻ്റെ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പം എലിവാണോ എന്ന് പറയുന്ന കഥയിലെ മുനിയാണ്ടി എന്ന് പറയുന്ന നായകനാണെങ്കിലും, അല്ലെങ്കിൽ ഫർണസ് എന്ന് പറയുന്ന കഥയിലെ ഭൂതപ്പാണ്ടി എന്ന് പറയുന്ന പ്രോട്ടോഗോണിസ്റ്റ് ആണെങ്കിലും, അതുപോലെ തന്നെ ഇപ്പോൾ കരിമ്പുലിയിലെ ചെല്ലക്കൂട്ടനാണെങ്കിലും, 4-5 ചെറുപ്പക്കാരിലെ അജേഷ് ആണെങ്കിലും, ഇതൊക്കെ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് കല്ലുവാരുന്ന അദ്ദേഹം മാധവൻ അല്ലേ, ഇവരൊക്കെ ആണെങ്കിലും ഈ അടിയിൽ നിന്ന് അടിച്ച് കയറി വരുന്ന ഭയങ്കരമായ കോൺഫിഡൻസ് ഉള്ള ക്യാരക്ടറുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് ഈ ഏത് ലെവലിൽ ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ അജേഷാടാ ഞാനാടാ അജേഷാടാ എന്ന് പറഞ്ഞിട്ട് ഇവനെ ആത്മഹത്യ ചെയ്യുന്ന ഈ ബ്രൂണോയെ പിന്തിരിപ്പിക്കുന്ന അജേഷിനെ നമ്മൾ കാണുന്നു. അപ്പോൾ അങ്ങനെ ഇത് അവിടെ നിന്ന് തുടങ്ങിയൊരു സാധനമല്ല, മുൻകാലങ്ങളിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ വിലായത്തിലെ ഡബിൾ മോഹനാണെങ്കിലും ഒക്കെ ഇങ്ങനെ അടിച്ച് കയറി വരുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും ഈ ലോകത്തിൻ്റെ അധികാരക്രമങ്ങളെ, ഇപ്പം മുനിയാണ്ടി എന്ന് അല്ല അതെ എലിവാണത്തിലെ മുനിയാണ്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ എങ്ങനെയാണല്ലോ SIയോട് ഈ അധികാര കേന്ദ്രത്തോട് ഇയാൾ ഇങ്ങനെ അടിച്ച് കയറിയിട്ട് ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്. സംഭാഷണ രൂപത്തിലാണ് ആ കഥ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അടിയിൽ നിന്ന് അടിച്ച് കയറി വരുന്ന കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, ലാലേട്ടൻ പണ്ട് പറഞ്ഞ സിനിമയിൽ പറഞ്ഞ പോലെ ഇതാണ് ലോകം എന്ന് കാണിച്ചു കൊടുക്കുന്ന അണ്ടർവേൾഡ് അല്ല, അതാണ് വേൾഡ് എന്ന് പറയുമല്ലോ ഒരു സിനിമയിൽ. അതുപോലെ ഇതാണ് ലോകമെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്. ഈ കോൺഫിഡൻസ് അതെങ്ങനെയാണ്
ഈ കഥാപാത്രങ്ങൾ ഇങ്ങനെ പാറ്റേൺ പോലെ ആവർത്തിക്കുന്നത്? അല്ല, അതൊക്കെ നമ്മുടെ ഒരു ഉള്ളിലൊരു പ്രതിഷേധമോ ധാർമ്മിക രോഷത്തിൻ്റെയോ ഫലമായിട്ടാണ്. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ സിനിമയിലൊക്കെ സന്നിവേശിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ടും ചെറിയ രീതിയിലൊക്കെ പറ്റത്തുള്ളൂ. ഈ സാമൂഹികമായ മാറ്റങ്ങൾ മറ്റെന്നൊക്കെ പറയാം. കാര്യം വെച്ചാൽ സിനിമയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തീരെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഒരു കഥ നിങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ സാധാരണ പ്രേക്ഷകൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ആംബിയൻസുകളും ഈ സംഗതിയാണ് നോക്കുന്നത്. നിങ്ങളൊരു ഒരു 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 ഏതാ ഒരു മാഫിയ തലവനെ കാണിച്ചു കഴിഞ്ഞാൽ അയാൾ ഏറ്റവും സമ്പന്നതയിലും ഇരിക്കുന്ന ഒരു ഇതാണ് വരുന്നത്. നമ്മൾ എത്ര കണ്ട് അഡ്രസ്സ് ചെയ്യുന്നു, നമ്മുടെ സിനിമയിലാണെങ്കിലും പിന്നെ ഒക്കെ എത്ര കണ്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നു ഈ സാമാന്യ അടിസ്ഥാന വർഗത്തെ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അജേഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ലക്ഷക്കണക്കിനുള്ള ചെറുപ്പക്കാരിൽ പെട്ട ഒരാളാണ്. നിങ്ങൾ ഈ തെക്ക് വടക്ക് ഓടുന്ന സ്വിഗ്ഗിയും അല്ലെങ്കിൽ ഇവിടുന്ന് ഓട്ടോ ഓടിക്കുന്ന ഒരു ചെറുപ്പക്കാരനും മുതൽ ഈ അന്നന്നത്തേക്ക് വേണ്ടിയിട്ട് പോരാടി ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ. ആ സിനിമയിൽ പറയുന്നുണ്ട്, നല്ല കാരണവന്മാരായിട്ട് 4 അണ നമുക്ക് സമ്പാദിച്ചു തന്നിട്ടില്ല, പക്ഷെ നമ്മൾ പോരാടും. നമുക്ക് അവരും ചെറുപ്പക്കാരും ജീവിക്കുന്നവരുമാണ്. അവർക്കും നിങ്ങൾ ഈ മറ്റേ അത്യാവശ്യം പിന്നെ സമ്പന്നരായ ഒരാൾക്കാരെ സംബന്ധിച്ച് പിന്നെ ഉള്ളതുപോലുള്ള ആഗ്രഹങ്ങളും ഉണ്ട്. അപ്പോൾ കിട്ടുന്ന നിരക്കെല്ലാം ഞങ്ങൾ എൻജോയ് ചെയ്യും, ആഘോഷിക്കും. അയാൾ ആവർത്തിക്കുന്നുണ്ട്. അയാൾ കിട്ടുന്ന നിലയ്ക്കെല്ലാം ആഘോഷിക്കും, അല്ലാത്ത സമയത്തെല്ലാം പോരാടും. അപ്പോൾ അതിൽ ഒരു കഥാപാത്രം ഇത്തരത്തിൽ ഇതല്ലാതെ അയാൾ മാനസികമായി തകർന്നിട്ട് അയാൾ തൂങ്ങി മരിക്കാനായി പോകുമ്പോഴത്തേക്കാണ് ഇയാൾ ചോദിക്കുന്നത്, അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും ചെന്ന് തന്തയ്ക്ക് വിളി കേട്ടും ചെള്ളക്കടി കൊണ്ടിട്ടും നിർത്താതെ പോരാട്ടുന്ന എൻ്റെയൊക്കെ നേരെയാടാ പിന്നെ നീയൊക്കെ ഇങ്ങനെ ഈ തൂങ്ങാനായിട്ട് ജീവിക്കുന്നത്. ആ ഒരു ചെറുപ്പക്കാരൻ വേറൊരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് കേരളത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് ആ സിനിമയെ ഇതിൻ്റെ സംവിധായകനും അതിൻ്റെ പ്രധാന നടനുമെല്ലാം ആ യാഥാർത്ഥ്യബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ സിനിമയെ അല്ലെങ്കിൽ ആ പുസ്തകത്തിൻ്റെ ഒരു പരിധി വരെ അതിൻ്റെ ക്ലൈമാക്സ് മറ്റ് സംഗതികളിലെല്ലാം മാറ്റമുണ്ടെന്നുണ്ടെങ്കിലും ഒരു പരിധി വരെ അതിൻ്റെ എല്ലാ ഡയലോഗുകളും അതിൻ്റെ 90% അതിൻ്റെ അകത്തുള്ള ധാർമ്മിക രോഷം സിനിമയിൽ പ്രതിഫലിക്കണമെന്ന് കരുതിയ മുറയ്ക്കാണ്. അങ്ങനെയൊക്കെയുള്ള സൂക്ഷ്മമായുള്ള മാറ്റങ്ങളെ പെട്ടെന്ന് ഇത് സാധ്യമാകത്തുള്ളൂ. കാര്യം പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അച്ചുവാർപ്പുകളിലുള്ള ക്യാരക്ടേഴ്സിനെയും അച്ചുവാർപ്പുകളിലുള്ള സിനിമകളിൽ ചെറിയ മാറ്റങ്ങളുണ്ടെന്ന് ചേർന്ന സൂചനകളിലും ഉള്ള സിനിമകളെ മാത്രം പിന്നെ ഇത് ചെയ്യാൻ നിൽക്കുന്ന ഒരു വലിയ ജനതയാണ് കൂടുതലുള്ളത്. ആദ്യത്തെ ഒരാഴ്ച തന്നെ സർവൈവ് ചെയ്യാനായി ബുദ്ധിമുട്ടുന്ന അത്തരം സിനിമകൾ ഉണ്ട്, നിങ്ങൾക്ക് സമൂഹത്തിന് അഡ്രസ്സ് ചെയ്യാന്നുള്ള സിനിമ. അതുകൊണ്ടാണ് ഇത് ഒരു വ്യവസായം മാത്രമായി നിൽക്കുകയും ഇതിൻ്റെ അകത്തേക്ക് സാമൂഹികമായ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ഇതൊരു വലിയ വാണിജ്യപരമായി മുതൽ മുടക്കുള്ള ഒരു കാര്യം എന്നുള്ള നിലയ്ക്കാണ്. ഇപ്പോൾ ഈ എലിവാണത്തിലെ കേസ്, അതായത് ഈ കിളിയടിയന്മാരുടെ നേരിട്ട് കണ്ടിട്ടാണല്ലോ കഥ വരുന്നത്. അപ്പോൾ ഇന്ദുവേട്ടൻ എഴുതി എനിക്ക് ഓർമ്മയുണ്ട്, ഈ ആഴ്ചപ്പതിപ്പിൽ ഈ കഥ വന്നപ്പോൾ ഇവർ പത്ര ഓഫീസിലേക്ക് കയറി വരുമ്പോൾ നിങ്ങളുടെ കഥ എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരു, അതായത് മാഗസിനിൽ അടിച്ചു വന്ന കഥ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ അത് മൈൻഡ് പോലും ചെയ്യാതെ പോകുന്നു എന്ന് എഴുതിയിട്ടുണ്ട് ഇന്ദുവേട്ടൻ. അല്ല, അത് നമ്മളെപ്പോഴും പറയാം. നമ്മളിപ്പോൾ ഇതിൻ്റെ പ്രധാന സംഗതിയുണ്ട്. ഇപ്പം നമ്മളിപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മളിപ്പം കുറ്റബോധത്തോടുകൂടി എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മളിപ്പം നമ്മളെ കുറച്ച് സമയമെങ്കിലും നമുക്ക് വന്നിരുന്ന് നമുക്ക് സാഹിത്യം കേൾക്കാനും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ ഇഷ്ടമുണ്ട്. നമ്മുടെ ഒരു സ്വാസ്ഥ്യമാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കുറച്ച് സമയവും ഇതും. ഈ സ്വാസ്ഥ്യത്തിന് പോലും സമയവും സാവകാശവും ഇല്ലാതെ എത്രയോ മനുഷ്യർ പുറത്തുണ്ട്. നമുക്ക് ഇതെടുത്ത് കുറച്ച് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഇവിടെ കയറുക, അതല്ലാത്ത സ്ഥലങ്ങൾ, അതിനുള്ളൊരു സാവകാശമില്ലാതെ ഞെരിപിരി കൊള്ളുന്ന എത്രയോ മനുഷ്യരാണ് ബഹുഭൂരിഭാഗവും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത്. അവരെ ഈ സാഹിത്യം അഡ്രസ്സ് ചെയ്യുന്നില്ല. സാഹിത്യം അഡ്രസ്സ് ചെയ്യുന്നതേ ഇല്ല എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടത് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഈ കിളിയടിയന്മാർ എന്ന് പറഞ്ഞിട്ട് ഈ ബേർഡ് സ്കൈറേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗം, അങ്ങനെ വിഭാഗം ഉണ്ടെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. അവർ ഈ നമ്മൾ വിമാനത്തിൽ പോകുന്ന മനുഷ്യരുടെ ആ വിമാനത്തിൽ പരുന്തുകൾ വന്ന് ഇടിക്കാതിരിക്കാനായിട്ട് ഈ എലിവാണം പോലുള്ള ഈ റോക്കറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ എന്തുപോലെ പറയുന്നത്, പിന്നെ അത് വിട്ട് ഇതിൻ്റെ പേടിപ്പിച്ച് ഓടിക്കുന്ന സാധാരണപ്പെട്ട മനുഷ്യരാണ്. അപ്പോൾ അവരൊരു വാർത്തയുമായിട്ട് ഞാൻ പത്രത്തിൽ ജോലി ചെയ്യാനായിട്ട് വന്നിരിക്കുകയും ഞാൻ വാർത്ത കൊടുത്ത് പിന്നീട് ഒരിക്കൽ കൂടി അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായില്ല സാറേ എന്ന് പറയുമ്പോൾ ഞാൻ ഈ അച്ചടിച്ച് വന്ന അവരുടെ കഥ കൊടുത്തിട്ട് ഞാൻ അവരുടെ അടുത്ത് പറയുകയാണ്, നിങ്ങളുടെ കഥ അച്ചടിച്ച് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവരൊന്ന്
ഈ മാസികയിലേക്കൊന്ന് നോക്കുക പോലും ചെയ്യാത്ത, അവർക്ക് അക്ഷരം അറിയാവോ എന്ന് പോലും എനിക്കറിയത്തില്ല. അവർ മലയാളമാണോ അവരുടെ മാതൃഭാഷ, തമിഴാണോ അവരുടെ മാതൃഭാഷ എന്നുപോലും അറിയാത്ത സ്ഥലത്ത് ഞാൻ എന്ത് തരം സാഹിത്യകാരൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ സമൂഹത്തിൻ്റെ ഏതോ മേൽത്തട്ടിൽ കിടന്ന് ഉളയ്ക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാത്രമേ നമുക്ക് അവശേഷിപ്പുകളുള്ളൂ. അല്ലാതെ ഇവിടത്തുള്ള ഈ യാഥാർത്ഥ്യബോധത്തോടെ കൂട്ടിമുട്ടുന്ന മനുഷ്യരിലൊന്നും നമുക്കൊരു പ്രസക്തിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ കഥാപാത്രം അതൊക്കെ എനിക്കൊരു വലിയ ദിശാമാറ്റം ഉണ്ടാക്കുക. അതുകൊണ്ടൊക്കെയാണ് ഈ സിനിമയിലേക്ക് അജേഷ്മാർ പോലുള്ള ആൾക്കാർ ഉണ്ടാവുന്നതും ഇതുപോലുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാവുന്നത്. എനിക്കത് ഒട്ടുമേ മനുഷ്യനിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു പോരാട്ട വീഡിയോ അല്ലെങ്കിൽ ഇത് സംഗതികളിലൊക്കെ അത് ചിലരൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ സന്തോഷം തോന്നിയത് ഈ സിനിമ തക്കതായ ആൾത്തിരക്കോടുകൂടി രണ്ടാമത്തെ വാരത്തിലേക്ക് വന്നു എന്നുള്ളതിൻ്റെ ഒരു സംഗതി വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ഈ ഡിക്റ്റേറ്റീവ് പ്രഭാകരനും അത്തരത്തിലുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ പെട്ടെന്ന്. അതായത് നോവലിൽ പറയുന്നത് വായി നോക്കിയായിട്ടുള്ളൊരു പ്രഭാകരനെന്ന്, വായി നോക്കിയായിട്ടുള്ള ഡിക്റ്റേറ്റീവ് എന്നാണ് പറയുന്നത്. വായിച്ചിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, അവർക്കറിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറിന് ഒരു സാധാരണ നമ്മൾ കാണുന്നൊരു നായക സങ്കല്പം ഉണ്ടല്ലോ. അല്ല, ഞാൻ പറയും എൻ്റെ നായകൻ എന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊരു ഇതല്ല. എനിക്കങ്ങനെ ഒരു മുകളിലേക്ക് നോക്കാനായിട്ട് എനിക്ക് പലപ്പോഴും പറ്റാറില്ല. ഞാൻ കഴുത്തൊടിഞ്ഞ് നടക്കുന്ന ഒരാളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനു വേണ്ടി ഞാൻ എപ്പോഴും ആലോചിക്കുന്ന വെച്ചാൽ ഈ കസേര ഇവിടെ നമുക്ക് വേണ്ടി വന്ന് പിടിച്ചിടുകയും എല്ലാം വന്നിരിക്കുന്നതിന് മുന്നോടിയായി നമ്മൾ ഇരിക്കാനുള്ള കസേര വന്നിരിക്കുകയും ഇത് വന്ന് പിടിച്ചിടുകയും ഇതിൻ്റെ മുകളിൽ കർട്ടൻ എടുത്തിടുകയും ഈ മൈക്ക് വയ്ക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു കുറേ മനുഷ്യർ നമ്മളെ പിന്നണിയിലുണ്ട്. ഞാൻ എൻ്റെ കാഴ്ചകളെല്ലാം അങ്ങോട്ടത്തേക്കാണ് പോകുന്നത്. ഇവിടെ ഈ കനകക്കുന്ന് വൃത്തിയാക്കിയ കുറേ മനുഷ്യരുണ്ട്. അവരൊന്നും ഇത് കാണാൻ വരികയോ ഒന്നുമില്ല. ഈ ഓല കുത്തി ആക്കിയ മനുഷ്യരുണ്ട്. ഈ ഇവിടുത്തെ മരങ്ങളെ ഇതിനു വേണ്ടി ഒതുക്കി കൊടുത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അടിസ്ഥാനപ്പെട്ട മനുഷ്യർ ഇവരൊന്നും നമ്മളെപ്പോലെ ഐക്യമില്ലാത്തവരും നമ്മളെപ്പോലെ ബുദ്ധിയില്ലാത്തവരും ഇതായിട്ടുള്ള മനുഷ്യരാണെന്ന് എനിക്കില്ല. എൻ്റെ ഡിക്റ്റേറ്റീവ് പ്രഭാകരൻ അതിലൊരാളാണ്. നമ്മളിവിടൊക്കെ പരിസരത്ത് ഇവിടെയൊക്കെ നിൽക്കുന്ന നമ്മൾ കാണിക്കുന്ന ഓരോ തരം ബുദ്ധിപരമായ അല്ലെങ്കിൽ നമുക്ക് ഒരു ഇടത്തരക്കാരെന്നുള്ള രീതിയിൽ കാണിക്കുന്ന ബുദ്ധിപരമായ മണ്ടത്തരങ്ങളെ ദൂരെ മാറി നിന്ന് കാണുന്ന അതിൻ്റെ ക്രൈമുകളെ കാണുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അയാൾ എന്ത് തരത്തിലേക്ക് അയാൾ കാണുന്നതെന്നുള്ള നിലയ്ക്കാണ് നമ്മൾ അതിൻ്റെ എഴുത്തുകാരനോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ ഇടത്തരക്കാരനാണല്ലോ സ്വാഭാവികമായി 90% അല്ലെങ്കിൽ 75% അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന മനുഷ്യൻ ഈ കഥാപാത്രത്തിനെ കാണുന്നതന്നെ അങ്ങനെ വായി നോക്കിയ ഒരു കള്ളുകൂടിയൻ അവിടെയൊക്കെ കൂലിപ്പണി നടത്തുന്ന ഒരുത്തൻ. അപ്പോൾ അങ്ങനെ ആ എഴുത്തുകാരനെ തന്നെ നോക്കി ചിരിക്കുന്ന ഒരു പ്രധാന കഥാപാത്രമാണ് ഡിക്റ്റേറ്റീവ് പ്രഭാകരൻ. ഇത് ഡിക്റ്റേറ്റീവ് പ്രഭാകരൻ സിനിമയാവുന്നു എന്ന് നമ്മൾ കുറേ കാലമായിട്ട് എയറിലുള്ള ഒരു സംഗതിയാണ്. എനിക്കൊന്ന് 2012 ഈ പ്രഭാകരൻ സീരീസ് വരുന്നത്. ആ സമയത്ത് അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും പിന്നീട് ജൂഡ് ആൻ്റണിയുടെ എനിക്കൊന്ന് 16-17 ജൂഡ് ആൻ്റണിയുടെ കയ്യിലാണ് അതിൻ്റെ റൈറ്റ്സ് ഇരിക്കുന്നത്. അത് ജൂഡിൽ നിന്ന് മാറ്റി വേറെ ആർക്കും കൊടുക്കാൻ ഞാനത് ഉദ്ദേശിച്ചിട്ടുമില്ല. എന്തുകൊണ്ടെങ്കിൽ അത് ഞാനും ജൂഡുമായിട്ടുള്ളൊരു സാഹോദര്യത്തിന് അങ്ങനെ ഒരാളിൽ നിന്ന് പിടിച്ചു പറിച്ച് വേറൊരാളിൽ കൊടുക്കുക, അയാളിൽ നിന്ന് പിടിച്ചു പറിച്ച് വേറൊരാളിൽ കൊടുക്കുക എന്ന തരത്തിലുള്ളൊരു സിനിമാ തരത്തിലുള്ള നമ്മൾ ബേസിക്കലി നമ്മുടെ ചവിട്ടടി എന്ന് പറയുന്നത് നമ്മളൊരു എഴുത്തുകാരനും അതിൻ്റെ കുറേ അടിസ്ഥാനപരമായ കുറേ സൗഹൃദങ്ങളും സന്തോഷങ്ങളും സാഹോദര്യങ്ങളും ഒക്കെയാണ്. അതിലാണ് നമ്മുടെ റൈറ്റിംഗ് നിൽക്കുന്നത്. അതുകൊണ്ട് വലിയ മഹാനടന്മാർ പോലും ഡിക്റ്റേറ്റീവ് പ്രഭാകരനായിട്ട് അഭിനയിക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ജൂഡിനോട് ചോദിക്കൂ എന്ന്. എനിക്കിപ്പോഴും അത് പറയാനുള്ളത് അത് മാത്രമേ ഉള്ളൂ. ജൂഡ് വളരെ സാവകാശം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കാൽ വയ്ക്കുന്ന ഒരാളാണ്. അത് ജൂഡ് എപ്പോഴും ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതപ്പോൾ ചെയ്യട്ടെ എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളൊരു വിഷയമായിട്ട് ഞാൻ അത് ചോദിക്കാം. വിലായത്ത് ബുദ്ധ എന്തായി? വിലായത്ത് ബുദ്ധ വളരെ നേരത്തെ തീരേണ്ട ഒരു സിനിമയായിരുന്നു. വളരെ സമയബന്ധിതമായി അതിൻ്റെ ഷൂട്ടിംഗ് നടന്നു വരുന്നൊരു സമയത്താണ് നിർഭാഗ്യവശാൽ അതിലെ പ്രധാന നടനായ ശ്രീ പൃഥ്വിരാജിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായത്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലിഗമെൻറ്റിന് ഒരു പ്രശ്നം പറ്റി. അപ്പോൾ അതിന് കുറേ നാളത്തേക്ക് അതിനൊരു
പിന്നെ വിശ്രമം ആവശ്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ലിഗമെൻ്റ് ഒക്കെ പൊട്ടിയാൽ അതൊക്കെ. പിന്നീട് ഇതിൽ ചെയ്യേണ്ട വേഷങ്ങൾ പലതും വളരെ സാഹസികമായ വേഷമാണ്. നിങ്ങൾക്ക് വിലായത്ത് ബുദ്ധ വായിച്ച പലർക്കും അറിയാം. ഒരു മല അടിച്ച് കയറുന്ന ഒരു ഡബിൾ മോഹനൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അയാളുടെ ആവശ്യം, അയാളുടെ പ്രണയവും അയാൾ പ്രതിനിധീകരിക്കുന്ന ആ പ്രദേശത്തുള്ള മനുഷ്യർക്കും വേണ്ടി ഒരു മല അടിച്ച് വഴിയുണ്ടാക്കുന്ന ആ മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരു വലിയ യത്നമുള്ള ഒരു പരിപാടിയാണ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ അത് വന്നപ്പോഴത്തേക്ക് ആണ് ഇതിൻ്റെ സമയവും കാലവും തെറ്റി ഇത് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ സംവിധാന വേഷവും അത് അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നതിലേക്ക് മാറേണ്ടി വന്നു. അപ്പോൾ ആ ജോലി തീർത്ത് കഴിഞ്ഞ് അദ്ദേഹം ഈ സിനിമയിൽ ജോയിൻ ചെയ്ത് ഇപ്പോൾ നമ്മളിപ്പം കേൾക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ഈ അതിസാഹസികമായിട്ടുള്ള ജോലികളിൽ അദ്ദേഹം അവിടെ ജോലി ചെയ്തു വരികയാണ്. അതിൻ്റെ അവസാന ഷെഡ്യൂളിലേക്ക് ജോലി ചെയ്തു വരികയാണ്. അത് അടുത്ത മാസവും ഇപ്പം ഫെബ്രുവരി, അടുത്ത മാസം കൊണ്ട് അതിൻ്റെ ചിത്രീകരണ ജോലികളെല്ലാം തീരും. അത് വളരെ യത്നമുള്ള, വളരെ ആയാസകരമായ ഒരു ചിത്രീകരണമാണ്. 100 ദിവസങ്ങളിൽ മേളിൽ പോയ ഒരു ഇതാണ്. അത് വളരെ ഡെഡിക്കേറ്റഡായിട്ട് രാത്രിയെന്നില്ല പകലെന്നില്ലാതെ 100-200 ആൾക്കാർ, കൂടുതലും ചെറുപ്പക്കാർ യാതനാപരമായിട്ട് ജോലി ചെയ്തു വരുന്ന ഘട്ടം ഞാൻ പോയി കണ്ടു. നല്ല രീതിയിൽ ചിത്രീകരിക്കപ്പെടും എന്നുള്ള പിന്നെ വിശ്വാസത്തിൽ അത്രമാത്രം അർപ്പണബോധത്തോടു കൂടിയുള്ള പ്രവർത്തനം അവിടെ നടന്നു വരുന്നു. അത് തീർച്ചയായിട്ടും ഈ വർഷം തന്നെ നിങ്ങൾക്ക് ആ സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഈ പടിയായിട്ടിങ്ങനെ അടിച്ചു വരുന്നൊരു ക്യാരക്ടറുകളുണ്ട് ഇന്ദുവേട്ടൻ്റെ രചനാലോകത്ത്. ഇപ്പം ഈ പോർച്ചുഗലിലേക്ക് കപ്പൽ കയറി പോകുന്ന നമ്മുടെ ചീരൻ ആനയുടെ പാപ്പാനാണ്. ആനോ വായിച്ചുള്ളവർക്കറിയാം. അതിലെ നായകൻ ആനയാണ്. എന്നാലും ആനയുടെ കൂടെയുള്ള പാപ്പാൻ ചീരൻ, ഇയാൾ കപ്പലിൽ കയറുമ്പോൾ എങ്ങനെയായിരുന്നോ അങ്ങനെയല്ല കപ്പൽ ഇറങ്ങിയിട്ട് എങ്ങനെയായിരുന്നോ അങ്ങനെയല്ല പിന്നീട് ഉള്ള സഞ്ചാരങ്ങളിലുടനീളം ഇങ്ങനെ എന്ന് വെച്ചാൽ കയറി ഇങ്ങനെ വരികയാണ്. ഒരു മാലപ്പടക്കം പൊട്ടി വരുന്ന പോലെ ഇങ്ങനെ കയറി വരികയാണ് ഈ ചീരൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അവിടെയും ഈ പറഞ്ഞ എന്താ പറയുക, സംഘർഷങ്ങളെ ഈ അപാരമായ കോൺഫിഡൻസ് കൊണ്ട് നേരിടുന്ന ഒരു കഥാപാത്രം. അത് പക്ഷേ ഈ ലോകം വേറെയാവുന്നു എന്നുള്ളത് മാത്രമാണ്. അത് അജീഷ് പറഞ്ഞുള്ള കറക്റ്റ്. നമ്മളൊരു കാര്യം ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുള്ള കാര്യം, നമ്മുടെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടും നമ്മൾ കഴിക്കുന്ന നല്ല പ്രോട്ടീൻ ഭക്ഷണം ഒക്കെ കാരണത്താൽ നമ്മളുടെ മലയാളികളുടെ IQ എന്ന് പറയുന്നത് ഒട്ടും മോശമല്ലാത്തൊരു സാധനമാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജീൻസ് വന്ന് നമ്മൾ സങ്കരമുണ്ടാക്കി ഒക്കെ ചെയ്തുകൊണ്ട് അതെല്ലാം സാഹസികരായ ആൾക്കാർ വളരെ സഞ്ചരിച്ച് വന്നവരുടെയൊക്കെ ചേർന്നുകൊണ്ടും മലയാളി എന്നൊക്കെ പറയുന്നത് നിറയെ വെടിമരുന്ന് നിറച്ച ഒരു വെടിമരുന്ന് ശേഖരമാണ് നമ്മുടെ എല്ലാ മനുഷ്യരും മലയാളികളും. അതെല്ലാ ചെറുപ്പക്കാരിലും അതിൻ്റെ ആ വെടിമരുന്നിൻ്റെ പ്രഹരശേഷി വളരെയേറെ വർദ്ധിച്ച് കാണുന്നൊരു മനുഷ്യരാണ്. അപ്പോൾ അതിനെ ഒരു പാറപ്പുറത്ത് ആണെങ്കിൽ പോലും ചില വിത്തുകളെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ പാറയെ പിളർന്ന് അവിടെ നിൽക്കാൻ തക്ക രീതിയിലുള്ള ശക്തിയുള്ള വിത്തുകളാണ് മലയാളികളെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പം നമ്മളൊരു കഥ എഴുതുമ്പോഴത്തേക്ക് നമ്മുടെ കഥാപാത്രത്തിലും ഇത് വരും. വെറും ഒരു സാധാരണ ഒരു അക്കാലത്തിലുള്ള സാമൂഹിക ശ്രേണിയിൽ താഴെ തട്ടിലെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഒരു ജനുസിൽ ജനിച്ച് അയാൾ ലോകത്തിലേക്ക് അയാളെ കൊണ്ടുപോവുകയാണ് ഈ ആനയുടെ പാപ്പാനായിട്ട്. നിങ്ങൾ ആലോചിക്കണം, 500 രൂപ. ഞാനിത് പറയുന്ന ഫിക്ഷനല്ല. വാസ്കോഡഗാമയ്ക്ക് തൊട്ട് പിന്നാലെ പോയ ഒരു ചെറുപ്പക്കാരൻ്റെ മഹാനായ റാഫേൽ അവൻ്റെ പടം വരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അവൈലബിളാണ്. അവനെ കണ്ടാൽ അറിയാം. ഒരു 19, 20, 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. അവൻ പോയിട്ട് ലിസ്ബണിലെ സ്ത്രീകളുടെയൊക്കെ പ്രധാന കാമുകനായി മാറുക. അവിടുത്തെ ഫോക്ലോറിൽ അവൻ കയറിപ്പറ്റുക. അവിടുന്നും വന്ന് ഇവൻ ഇവിടെ ജീവിക്കുന്നു. റോമിൽ അവൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല, പക്ഷെ നമുക്ക് വ്യക്തമാവും.
അവൻ അവൻ മാർപ്പാപ്പയുടെ ഓമനയായി. അദ്ദേഹം അവൻ ശവകുടീരം ഉണ്ടാക്കി. താനിരിക്കുന്ന വത്തിക്കാൻ്റെ താനിരിക്കുന്ന തൻ്റെ കൊട്ടാരത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ അതിനെ സംസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പാപ്പാൻ അതിൽ ചെലുത്തിയ ഒരു സ്വാധീനം എന്ന് പറയുന്നത് ചില്ലറയല്ല. മാർപ്പാപ്പ ആദ്യം കണ്ടപ്പോഴത്തേക്ക് ഇതുപോലെ 2ാം നിലയിലാണ് ഇരിക്കുന്നത് മാർപ്പാപ്പ. യാനക്കുട്ടിയെ കാണാനായി ഇതിങ്ങനെ കാലങ്ങളോളം കാത്തിരിക്കുക. ഇദ്ദേഹം കർദിനാൾമാരെയൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്, യാന വരുന്നുണ്ടോ എവിടെ എന്നുള്ള രീതിയിലിരിക്കുക. അപ്പം അദ്ദേഹം കണ്ണിന് ഇത്തിരി ഇതുണ്ട്. അപ്പം അദ്ദേഹം ഈ കാഴ്ച കൂടുതൽ കിട്ടുന്ന ഒരു ഈ ഒരു കുറച്ച് ദൂരെ കാണുന്ന ദൂരദർശനി എന്ന് പറയാമെന്ന് എനിക്കറിയില്ല, എങ്കിലും അത്തരത്തിലുള്ളൊരു ഉപകരണം വഴി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇവൻ 2 കാലുകളും വെച്ച് താണ് തൊഴുകയാണ്. 100 കണക്കിന് ജനങ്ങളിരിക്കുക. ആ സവിശേഷമായ ബോധത്തിന് ഇതാണ് പിന്നെ നിൻ്റെ വരാനിരിക്കുന്ന നിൻ്റെ യജമാനൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അത് എത്തിക്കണമെന്നുണ്ടെങ്കിൽ മലയാളിയുടെ ബുദ്ധി ആലോചിച്ച് നോക്കണം. അത് കഴിഞ്ഞതിന് ശേഷം 2 കാലിലിരുന്നിട്ട് ഇവനൊരു തൊട്ടിയിൽ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഇതിൽ നിന്നൊരു വെള്ളം എടുത്തോട്ട് 2ാം നിലയിലേക്ക് അങ്ങോട്ട് സ്പ്രേ ചെയ്യാണ്. മനുഷ്യരിൽ ഇതാ നിൻ്റെ യജമാനൻ. അല്ലെങ്കിൽ അന്നത്തെ കത്തോലിക്ക സഭയുടെ അത് സ്പെയിനും പോർച്ചുഗലും പോലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരായിക്കൊണ്ടിരിക്കുന്ന അന്നത്തെ രാജാക്കന്മാർ പോലും ആരാധിക്കുന്ന, ലോകത്തിൽ എങ്ങോട്ട് പര്യവേഷണത്തിന് പോകണമെന്ന് തീരുമാനിക്കുന്ന അതേ മാർപ്പാപ്പയെ ഒരു മൃഗം തിരിച്ചറിഞ്ഞ് അതിനെ അഭിഷേകം ചെയ്യുന്ന സമയം ഒന്ന് ആലോചിച്ച് നോക്കിയത്. മാർപ്പാപ്പ അവിടെ ചെയ്തു. അവിടെയാണ് ഇന്ന് നിങ്ങൾക്ക് റോമിൽ എത്രയോ സ്ഥലങ്ങളിൽ ആ കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളിൽ പിന്നെ അവരുടെ ഈ മെഡീജികളുടെ ഈ മെഡീജികൾ എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ ഏറ്റവും സമ്പന്നരായ അതിൽപ്പെട്ട ആളായിരുന്നു ഈ മാർപ്പാപ്പ. അവരുടെ കൊട്ടാരങ്ങളിൽ എല്ലാം വലിയ ചിത്രങ്ങളിലെല്ലാം കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട് ഈ ആന. എൻ്റെ ബുദ്ധി ആരാണ്? ഈ ചെറുപ്പക്കാരനാണ്. അധികാര കൈമാറ്റത്തിൻ്റെ ഈ വലിയ കളിക്കിടയിലും ഇങ്ങനെയുള്ള ചില ആളുകൾ, അതാണ് പറഞ്ഞത്. അത് ആ സൂക്ഷ്മ ബുദ്ധി എന്ന് പറയുന്നത് മലയാളി. അതിനുള്ളൊരു സ്പേസ് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് കിട്ടുന്നില്ല എന്നുള്ള സ്ഥലത്താണ് നമ്മളുടെ ഈ എവിടെങ്കിലും നമ്മൾ പറഞ്ഞ മയക്കുമരുന്ന് കൂടുന്നു, മറ്റത് കൂടുന്നു എന്നൊക്കെ പറഞ്ഞ ഈ അസ്വസ്ഥത, അവൻ്റെ പ്രതിഭയ്ക്ക് തക്കവിധം വളരാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുക എന്ന് പറയുന്നത് അതിനുള്ളൊരു സ്പേസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് പ്രധാനമാണ്. ആ സ്പേസ് എനിക്കില്ല എന്ന് തോന്നുന്ന സ്ഥലത്താണ് നമ്മുടെ ചെറുപ്പക്കാർ അസ്വസ്ഥരാകുകയും ലോകമെമ്പാടും യാത്ര ചെയ്യാനായിട്ട് നിർബന്ധിതമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. മറ്റൊന്ന് ഞാൻ പലപ്പോഴും അങ്ങനെ ആലോചിച്ചിട്ടുള്ളൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇപ്പം താങ്കളുടെ സമകാലികരായ എഴുത്തുകാരും ഒക്കെ നോക്കിയാലും ഈ വളരെ എന്താ പറയുക, നമ്മളൊരിക്കലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത ക്യാരക്ടർ അല്ലെങ്കിൽ പെടാതെ പോകുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്തുണ്ടാവാം, പക്ഷെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പോലും ആവാത്ത എന്തെങ്കിലും ഒരു സ്പാർക്ക് അവരുടെ ഉള്ളിൽ കിടക്കും. ഇപ്പം അത് പുരുഷന്മാരാവട്ടെ സ്ത്രീകളാവട്ടെ, അതായത് ഇപ്പം ട്വിങ്കിൾ റോസയെ പോലൊരു കഥാപാത്രം എന്തോ ഒരു സവിശേഷമായ ചില പ്രത്യേകതകൾ ഇവരുടെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ. ഇപ്പം ഈ ഐസിൽ പോലും നമ്മൾ ബാക്കിലേക്ക് പോകണം, 2005 പോവുകയാണെങ്കിൽ പോലും ഇവർ 2 പേരും ഉണ്ടല്ലോ, ഈ എന്താണ് ബിന്ദുസാരനും അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു, ഞാനും മറന്നുപോയി. ഇവർ 2 പേരും പോകുന്നു, വാളത്തുങ്കലിൽ നിന്നാണ് പോകുന്നത്, നമ്മുടെ സ്ഥലത്തു നിന്നാണ് പോകുന്നത്. അപ്പം എനിക്കറിയാം, നമ്മളിപ്പം വാട്ടർ ബോഡി വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ സ്ഥലങ്ങളിലൊന്നും ഈ എന്താ പറയുക, ഇപ്പോൾ മണിയമ്പിള്ള ചേട്ടനുണ്ട്, നമുക്ക് 2 പേർക്കും അറിയാം. പക്ഷേ പുള്ളി ഒരു കള്ളൻ, ഇപ്പോൾ കള്ളൻ എന്ന് വിളിക്കുന്നതിന് തെറ്റുണ്ടാവും, കാര്യം ഇപ്പം പുള്ളി മോഷ്ടിക്കാത്ത ഒരാളായതുകൊണ്ട്. അത് പക്ഷേ അങ്ങനെ വിളിക്കപ്പെട്ടിരുന്ന ഒരാളാണ്. നമ്മൾ 2 പേരും കണ്ടിട്ടുണ്ട് പലപ്പോഴും പുള്ളിയെ. നമ്മൾ ഒരു സൈക്കിളിലൊക്കെ പോകുന്നൊരു പാവം മനുഷ്യൻ. ഇപ്പം ഇങ്ങനെ നമ്മുടെ സ്ഥലത്തേക്ക് ഇത്രയും ക്യാരക്ടറുകൾ ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെയാണ് ഇപ്പോൾ ആനയുടെ കേസ് പോട്ടെ, ഇത് എവിടെ നിന്നാണ് ഈ തപ്പിക്കൊണ്ട് വരുന്നത്, ഈ കല്ലുമാധവം വാരുന്ന പോലെ? അല്ല, അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതിന് അനുബന്ധമാണ്. നമ്മളുടെ ഇപ്പോഴത്തെ കാലത്തുള്ള ഇപ്പോഴത്തെ കാലത്തെ എഴുത്തുകാരുടെ ഒരാളിനെ ഇപ്പം നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഇത്രയും പേരുണ്ട്, എത്രയോ എഴുത്തുകാർ നമുക്കുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾ ഒരു പുസ്തകം എടുത്ത് നിങ്ങൾ തുറക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന ഒരാളിനെ കേൾക്കാനായി ഇവിടെ വന്ന് നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിന് കൊടുത്ത് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു.
നിങ്ങളുടെ മറ്റ് സമയങ്ങളിൽ നിങ്ങളുടെ ആനന്ദകരമായ പ്രക്രിയ ഭാഗമായിട്ടൊരു പുസ്തകത്തിന് നിങ്ങൾ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുറത്ത് വെക്കണത് ഞാൻ നേരത്തെ പറഞ്ഞ മലയാളിയുടെ ഒരു IQ ഇതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ സവിശേഷമായി നിലനിർത്തിക്കൊണ്ട് ഇതിൻ്റെ അവസാനം വരെ ചെല്ലാനായിട്ടുള്ള പ്രത്യേകത എന്തുണ്ട് ഈ പുസ്തകത്തിന്? ഇതിലെ കഥാപാത്രങ്ങൾക്ക്, കഥായാത്രയ്ക്ക്, അതിലെ ഉദ്വേഗത്തിന്, അതിൻ്റെ ഭാഷാപരമായ ഗഹനതയ്ക്ക്, ഇങ്ങനെ 100 കാര്യങ്ങൾ നോക്കിയിട്ടാണ് നിങ്ങൾ ഒരു പുസ്തകത്തിൻ്റെ ഒരു പേജ് നിങ്ങൾ മറിക്കുന്നത്. അപ്പോൾ നമ്മളെക്കാൾ എത്രയോ വലിയ ഐക്യമുള്ളവരാണ് റീഡേഴ്സ്. ഞാൻ എഴുതാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ വായിക്കുകയാണ്. ഞാൻ ഒരു പുസ്തകം എഴുതാനെടുക്കുന്ന സമയം വെച്ച് നിങ്ങൾക്ക് 100 പുസ്തകങ്ങൾ വായിച്ചു തീർക്കാൻ പറ്റും. അത്രയും ഗ്രഹണശേഷിയും അത്രയും സെലക്റ്റീവായി ലോകത്തെമ്പാടുമുള്ള പുസ്തകങ്ങളും ഇതും സെലക്ട് ചെയ്യുന്ന ഒരാളിൻ്റെ അടുത്തേക്കാണ് ഞാൻ എൻ്റെ ഒറ്റയ്ക്കുള്ള യുദ്ധമാണ്. എല്ലാ എഴുത്തുകാരൻ്റെയും ഉണ്ടെന്ന് പറയുന്നില്ല, എല്ലാ എഴുത്തുകാരനെ സംബന്ധിച്ചുള്ള ഒറ്റയ്ക്കുള്ളൊരു യുദ്ധമാണ്. അദ്ദേഹം ഇത്രയും പേരുടെ ഐക്യുവിനെ അഭിമുഖീകരിക്കാനായി ഇയാൾ വരികയാണ്. ഒറ്റയ്ക്കൊരു അഭിമന്യു വരുന്ന പോലെ ഈ അക്ഷൗഹിണിയിലേക്ക് ഇയാൾ ഇടിച്ചു കയറുകയാണ്. തിരിച്ചു വരുമെന്ന് ഒരുറപ്പുമില്ല. ഈ പുസ്തകം രക്ഷപ്പെടുമെന്നോ ഇല്ലാതെ വരുമെന്നോ ഒരുറപ്പുമില്ല. അങ്ങനെ തലകുത്തി മറിഞ്ഞ പുസ്തകങ്ങൾ അത്രയുണ്ട്. എൻ്റെ പുസ്തകങ്ങളുണ്ട്, സഹ എഴുത്തുകാരുടെ പുസ്തകങ്ങളുണ്ട്. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തൊരു പുസ്തകത്തിനായിരിക്കും ചിലപ്പം ഒരു വായനക്കാരൻ കൈ കൊടുത്തെടുത്ത് വാനോളം ഉയർത്തുന്നത്. ഒന്നുമില്ല, ഒന്നും നമുക്കറിയത്തില്ല എവിടെയാണ് ഈ കെമിസ്ട്രി കിടക്കുന്നത്. സിനിമയാണെങ്കിലും കഥയാണെങ്കിലും ഒക്കെ ഉണ്ട്. ആ ഒരു പ്രതീക്ഷയുടെ മേളിൽ ഇരുന്ന് നിരന്തരമായി എഴുതുന്ന യത്നങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയാം, ഈ MT അവസാന കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തിരക്കഥ പുസ്തകമാക്കാനായി എടുത്തപ്പോൾ ഒരു സിനിമയെ സദയോ മറ്റോ ആണെന്ന് തോന്നുന്നു, ആ പുസ്തകത്തിൻ്റെ തിരക്കഥ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. അപ്പോൾ ഈ സിനിമ കണ്ട് എഴുതിയെടുത്തുകൊള്ളാം എന്നാരോ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, അത് പറ്റില്ല, ഞാൻ തന്നെ ഇരുന്ന് കണ്ട് ഇത് ചെയ്ത് 1 മാസത്തോളം എടുത്തിട്ടാണ് അദ്ദേഹം എൻ്റെ തിരക്കഥയുടെ ലിഖിത രൂപം പല തവണ കണ്ടുണ്ടാക്കി കൊടുത്തത്. അദ്ദേഹത്തിന് അറിയാം അതിൽ ഒരു വരിയോ മറ്റോ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ ആ ചരിത്രത്തിൽ ആ അക്ഷരത്തെറ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗമായി കിടക്കും എന്നുള്ളത് അറിയാം. അത്ര സൂക്ഷ്മത പുലർത്തുന്നു അതിൻ്റെ അകത്ത്. ഇത് ഒരു ഈസി ആയിട്ടുള്ള ഒരു ഇതല്ല. ഇവിടെ അറ്റൻഷൻ കിട്ടിയിട്ടുള്ള ഓരോ റീഡേഴ്സ്, നമ്മുടെ ഭാഷയ്ക്ക് പരിമിതിയുണ്ട്, അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. കാര്യം അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ ലിമിറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിലും എടുക്കുന്ന യത്നം ഒട്ടും മോശമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരു റൈറ്റർക്ക് ഇവിടെ റൈറ്റർക്കല്ല, ഒരിടത്തും ഒരു രംഗത്തും നിങ്ങൾക്ക് അക്സെപ്റ്റൻസ് കിട്ടാൻ പറ്റാതെ. നിങ്ങൾ വീട്ടിൽ വിളിക്കുന്ന ഒരു കൽപ്പണിക്കാരനാണെങ്കിൽ പോലും അവൻ്റെ എക്സ്പേർട്ടൈസ് നിങ്ങൾ കൃത്യമായി നോക്കിയിട്ട് നിങ്ങൾ ചിലപ്പോൾ അതിൻ്റെ കോൺട്രാക്ട് എടുത്ത് പറയും അയാൾ വേണ്ട കേട്ടോ, വേറൊരാൾ മതി എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സമൂഹം ആണ് നിൽക്കുന്നത്. അല്ല, അങ്ങനെ തന്നെ വേണം. അതാണ് അതിൻ്റെ പ്രൊഫഷണലിസം എന്ന് വേണം. ഇപ്പോൾ 2 മീഡിയത്തിലും പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ പുതിയ ആളുകൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ എഴുതുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, സിനിമയിലോ അല്ലാതെ സാഹിത്യത്തിലോ ഒക്കെ പ്രവർത്തിക്കുന്ന പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ വരുന്നൊരു വലിയ വിമർശനം എന്ന് പറയുന്നത് ഈ എഴുത്തുകാർ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കഥകൾ എഴുതുന്നതെന്നുള്ളൊരു വിമർശനം വരുന്നുണ്ട്. അല്ലെങ്കിൽ നോവലുകളും ഓക്കെ എല്ലാം ഒരു സിനിമാറ്റിക്കാണ് എന്ന് പറഞ്ഞിട്ട്, അതായത് ദൃശ്യത്തെ മുൻനിർത്തിയിട്ടുള്ള ഒരു എഴുത്ത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇന്ദുവഞ്ചേട്ടൻ്റെ ഇതിനെപ്പറ്റിയും ഇത്തരത്തിലുള്ള സംഗതികൾ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു വിമർശനം എന്നുള്ള രീതിയിലല്ല ഞാനത് ചോദിക്കുന്നത്, പൊതുവായിട്ട് കണ്ടുവരുന്നൊരു സംഗതിയാണ്. ഈ ദൃശ്യം അതിനെ മുൻനിർത്തി അല്ലെങ്കിൽ അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് സാഹിത്യം എഴുതുന്നു. എന്താണ് അതിനകത്ത്? ഞാൻ അതിനുള്ള മറുപടി നമ്മുടെ മുൻ ഉത്തരത്തിലുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരിക്കലും അത് പറഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് ഇതൊരു സിനിമയാക്കാനെന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കുന്ന ഒരു കൃതിയെ മുന്നിൽ വയ്ക്കാൻ പറ്റില്ല. ഒരു പുസ്തകം, അത് നിങ്ങളുടെ ഇമോഷൻ, അതിൻ്റെ ഒരു തുടർച്ച, നിങ്ങളതിനെ ഉൾക്കൊള്ളുന്ന വിധം. 4-5 ചെറുപ്പക്കാർ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭയങ്കര ദൃശ്യസാധ്യത നിങ്ങൾ കാണുന്നു, അത് സിനിമയായി വന്നു. അതിൻ്റെ ഒരു 75% കഴിഞ്ഞിട്ട് സിനിമയിലില്ലാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ഡൈവേർഷനാണ് ആ സിനിമയാക്കി ഉണർത്തുന്ന ഒരു സംഗതി.
സിനിമയാക്കി ഉണർത്തുന്നത്. അതിൻ്റെ എൻ്റെ നായകൻ വിജയിക്കുന്നത് എങ്ങനെ എന്നുള്ളത് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ടെക്സ്റ്റല്ല. ടെക്സ്റ്റ് മാറും, അതിൻ്റെ കണ്ടൻറ്റിനെയാണ് ഇവർ വന്ന് സ്വീകരിച്ചുകൊണ്ട് പോകുന്നത്. അല്ല, നിങ്ങൾ സിനിമയാക്കാനെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതിപ്പോൾ ഒരാൾ വന്നിട്ട് ഈ സിനിമാ മട്ടിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ രൂപഘടനയിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നാളെ വന്ന് സിനിമയാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൗഢ്യമാണെന്ന് മാത്രമേ ഉള്ളൂ. അത്ര ആരോപണങ്ങളും നിലനിൽക്കത്തില്ല. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് എളുപ്പമില്ലേ, നമുക്കൊരു നോവൽ എഴുതി വെച്ചിട്ട് ഈ സിനിമയിൽ കിട്ടുന്ന 1 ലക്ഷമോ 2 ലക്ഷമോ പുസ്തകം വിൽക്കുന്ന പൈസ നിങ്ങൾക്ക് അതിൻ്റെ റെമ്യൂണറേഷനായിട്ട് വാങ്ങിക്കാമെന്നൊരു സിമ്പിൾ ലോജിക്കല്ലേ. ആ ലോജിക്കൊന്നും ആലോചിക്കാത്ത മണ്ടന്മാരാണോ നമ്മുടെ എഴുത്തുകാരോ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുന്നത്? അങ്ങനല്ല. ഞാനതിൻ്റെ അകത്ത് എനിക്ക് ഒരു ഹിഡൻ അജണ്ടയും എൻ്റെ റൈറ്റിങ്ങിലില്ല. നിങ്ങൾ പഞ്ചതന്ത്രമോ 1001 രാവുകളോ ഇതിനെയൊക്കെയോ പിന്തുടരുന്ന കൃത്യമായി കഥ പറഞ്ഞു പോകുന്ന തരം ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ റൈറ്റിംഗ് ക്രാഫ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരാൾ എന്നെ പോലെ എഴുതുന്ന എന്തെങ്കിലും അത് വശംവദം അല്ലെങ്കിൽ അത് ആ വശമുള്ള ആ ഋതം കിട്ടുന്ന ആൾക്കാർ ആ മട്ടിലെഴുതും. അല്ലാത്ത ആൾക്കാർ ഗഹനമായ സാധനം എഴുതുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിനും സ്പേസ് ഉള്ളൊരു സംഗതിയാണ് സാഹിത്യം എന്ന് പറയുന്നത്. അല്ല, ആരെങ്കിലും ഇതിൻ്റെ സിനിമയെ പിൻപറ്റുന്ന ഒരു കുറുക്ക് വഴിയായിട്ട് സ്വീകരിക്കുക എന്നുണ്ടെങ്കിൽ അത് ഒട്ടും ഇതല്ല. ഞാൻ എത്രയോ തരം എഡിറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ജീവശ്വാസത്തിലേക്ക് കൊണ്ട് കൊടുക്കുന്നതാണ്. അതിൻ്റെ സമഗ്രതയാണ്, ക്യാരക്ടേഴ്സിൻ്റെ സമഗ്രതയാണ്. നിങ്ങൾക്ക് 1000 തവണ ആലോചിച്ചിട്ടാണ് ഒരു കണ്ടൻറ്റിലേക്ക് ഒരു സിനിമാക്കാരൻ എത്തുന്നത്, ഇത്ര കോടി രൂപ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അവരെ ഫൂളാക്കാനായി പറ്റില്ല. ഈ സിനിമയുടെ കണ്ടൻറ്റ് സ്വീകരിക്കുന്ന ആൾക്കാർ ഒരു 10,000 ഘട്ടത്തിലെത്തിയും അവർ ഉപേക്ഷിക്കാം ഈ സംഗതി സിനിമയിലേക്ക് എത്തണമെങ്കിൽ. അതുകൊണ്ട് ഒരിക്കലും ഞാൻ പുതിയ എഴുത്തുകാരോ ഈ സംഗതികളോ അതിൽ വരും. ദൃശ്യപരത എന്ന് പറയുന്നൊരു സാധനം അതിൻ്റെ കണ്ടൻറ്റിനോട് ഇണങ്ങിച്ചേരുന്ന ഒന്നാണ്. ആ കണ്ടൻറ്റിൻ്റെ സെലക്ഷനിൽ അതുണ്ട് ചില ഇതിൽ. പിന്നെ ഓരോ ആൾക്കാരും അതിൻ്റെ അകത്ത് പങ്കെടുക്കുകയും ഇടപെടുകയും പിന്നെ ആ കഥാഗതിയെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന സ്വാഭാവികമായ വഴികളുണ്ട്. അതൊക്കെ നമുക്കൊരു ചിത്രീകരണത്തിലേക്ക് വേണ്ടി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കയ്യടി കിട്ടുന്നതാണെന്നുള്ള ആരുടെയൊക്കെ തോന്നലിൻ്റെ പുറകെയാണ് നമ്മളൊക്കെ ഒരു അന്വേഷണം, ഒരു ഫോണിൽ വരികയാണ്, ഒരു സംവിധായകൻ വരികയാണ്, നമുക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നൊരു ഘട്ടം. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആനോയിലൊക്കെ എനിക്ക് വലിയ ഹോളിവുഡ് സിനിമകൾ എഴുതി വയ്ക്കാമല്ലോ. അത് സിനിമയാക്കാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറേ അല്ല അതിനകത്ത്. പക്ഷെ ആനോ സിനിമയാവുന്നൊരു വാർത്ത, അത് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വാർത്ത കേൾക്കുന്നു, ഞാൻ അതിനെപ്പറ്റി നേരത്തെ ചോദിച്ചിട്ടില്ല. അതിൻ്റെ മേലുള്ള അന്വേഷണങ്ങൾ വലിയ നടന്മാരും അങ്ങനെയുള്ള പലരും വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അത് ആനോ വായിച്ച ഒരാളിനെ സംബന്ധിച്ച് ആണെങ്കിലും അറിയാം. അതൊരു എന്താ ഒരു ഇൻ്റർനാഷണൽ പിന്നെ ഇവിടെ മാത്രമൊന്നും ചിത്രീകരിക്കാൻ പറ്റില്ല. അന്നത്തെ റിനൈസാൻസ് കാലത്തുള്ള നവോത്ഥാന കാലത്തുള്ള ഇറ്റലി പുനർജനിക്കണം. അതിൽ ആരൊക്കെ പങ്കെടുക്കും? എഴുത്തച്ഛൻ പങ്കെടുക്കും, മൈക്കിളാഞ്ചലോ പങ്കെടുക്കും, ഡാവിഞ്ചി പങ്കെടുക്കും. ഇവരെല്ലാവരും പങ്കെടുത്ത് വെക്കുകയൊക്കെ ചെയ്യുന്ന സംഗതികളാണ്. വലിയ ഗവേഷണം മറ്റു സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ അതിനു വേണ്ടി വരുന്നൊരു സമയവും അതിൻ്റെ കാലതാമസവും ഒക്കെ വരും. അപ്പം അതിൻ്റെ ക്രമത്തിനനുസരിച്ചായിരിക്കും പിന്നീട് ഇതിൻ്റെ ചട്ടക്കൂടുകൾ നമ്മൾ പൊളിച്ചെഴുതേണ്ടതായിട്ട് വരുന്ന സംഗതികളുണ്ട്. ആനോ ഒരു സാഹിത്യ കൃതി എന്നുള്ള രീതിയിൽ നിലനിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെ നല്ലൊരു വാർത്ത സംഭവിക്കട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഞാനിത് ഏകദേശം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇനി കേട്ടുകൊണ്ടിരുന്നവർക്ക് പലതും ചോദിക്കാനുണ്ടാവും. അപ്പോൾ അവരുടെ ചോദ്യങ്ങൾ പരമാവധി ചുരുക്കി ചോദിക്കണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കുന്നത്. ഡയറക്റ്റായിട്ട് ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയബന്ധിതമായിട്ട് തീർക്കാം. സർ, അവസാനത്തെ ചോദ്യത്തിനോടൊപ്പം ചേർത്ത് ചോദിക്കുകയാണ്. ഇപ്പോൾ വിലായത്ത് ബുദ്ധയാണെങ്കിലും ഇപ്പോൾ നമ്മൾ 4-5 ചെറുപ്പക്കാരെടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കവർ പേജ് എന്ന് പറയുന്നത് ഒരു സിനിമാ ചലച്ചിത്രമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പടമാണ്. 4-5 ചെറുപ്പക്കാരുടെ പുറത്ത് ഇപ്പോൾ അതൊരു സിനിമയാണെന്നുള്ള രീതിയിൽ ബേസിലിനെ വെച്ചിട്ടാണ് പരസ്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു വായനക്കാരി എന്നുള്ള നിലയ്ക്കും സിനിമ ആസ്വാദക എന്നുള്ള നിലയ്ക്കും ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്? ഇപ്പം അമ്മിണിപ്പിള്ള വെട്ടുകേസിൻ്റെ പുറത്ത് ബിജുമേനോൻ സാറിൻ്റെ പടമാണ് ഉള്ളത്. പക്ഷേ അതേസമയം തസ്കരൻ മണിയൻപിള്ളയുടെ പടം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നാച്ചുറൽ ഫീലുണ്ട്. അതല്ല ഇപ്പോഴത്തെ പുസ്തകത്തിൻ്റെ പുറംചട്ടയിലുള്ളത്. അപ്പം അതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ നല്ലൊരു ചോദ്യമാണ്. എൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ അത് പിന്നെ അതിൻ്റെ പ്രസാധകരും അതിൻ്റെ വിപണിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഇതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഈ സാഹിത്യോത്സവങ്ങളുടെ എല്ലാം പിന്നണിയിൽ പ്രധാനപ്പെട്ട ഒരു അജണ്ട
ഈ പുസ്തകങ്ങൾ വിറ്റുപോകുക, അല്ലെങ്കിൽ ഒരു ബുക്ക് ഹൗസിൻ്റെ പിന്നണിയിൽ നിന്നാണ് നമ്മളിതെല്ലാം പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം ഇപ്പം ഒരാഴ്ച മുമ്പ് പിന്നെ നമ്മുടെ ഇവിടെ പുസ്തകോത്സവം സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നു. ഇതൊരു വിപണിയാണ്. നമ്മൾ ആദ്യം ബേസിക്കലി അംഗീകരിക്കേണ്ട സാധനം ഈ സിനിമയെ സംബന്ധിച്ച് അതിൻ്റെ കാലാവസ്ഥയിൽ വെച്ചൊരു വരുമ്പോൾ, അതിൻ്റെ ഒരു പ്രധാന ആക്ടറെയോ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ സാഹിത്യവുമായി ബന്ധമില്ലാതിരിക്കുന്ന കുറേ ആൾക്കാർ ഈ പുസ്തകത്തിനെ തേടി വരാനുള്ള ഒരു സാധ്യത തെളിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെത്. 5-6 പേരും കൂടെ പുസ്തകത്തിലേക്കും അക്ഷരത്തിലേക്കും വരിക എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അത് സാഹിത്യത്തിന് ഗുണമേ അത് ചെയ്യത്തുള്ളൂ. അതിൻ്റെ മറ്റ് മാർക്കറ്റിങ്ങും മറ്റ് പുസ്തകം വിൽക്കുകയാണെന്നുള്ള നമ്മളുള്ള ആരോപണങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ പിന്നെ പോസിറ്റീവായിട്ട് കണ്ടാൽ മാത്രമല്ല, ഇത് ചിരകാലത്തേക്ക് വേണ്ടി അങ്ങനെയല്ല. വിലായത് ബുദ്ധ ഇപ്പോൾ വിൽപ്പനയിലുള്ള പുസ്തകം അതിൻ്റെ ആദ്യത്തെ ചട്ടക്കൂട് തന്നെയാണ്. ഇടയ്ക്ക് ഇതിനൊരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്കാണ് ഇതിലേക്ക് വരുന്നത്. പിന്നീട് വരുമ്പോഴത്തേക്ക് അമ്മിണിപ്പിള്ളയുടെ പുതിയ എഡിഷൻ്റെ കോപ്പിയിൽ പഴയ പോലെ സിനിമയെ സംബന്ധിച്ചുള്ളത് അത് പുസ്തകമായി തന്നെ നിലനിൽക്കുകയൊക്കെ ചെയ്യും. അത് മനുഷ്യൻ മാറുന്നതനുസരിച്ച് ഇപ്പം നിങ്ങൾ അമ്മിണിപ്പിള്ള പുസ്തകം വായിച്ചതിന് ശേഷം ചലച്ചിത്രമായി കാണാൻ ആഗ്രഹിക്കുന്നത് കുറേ ആൾക്കാർ വായിക്കുന്നത് പോലെ ഒരു ശ്രദ്ധ അങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചു. അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ശരിയാണ്. കാര്യം എന്താ വെച്ചാൽ നമ്മളെ അറിയാവുന്ന പല ആൾക്കാരും ചോദിക്കുന്നത് ഇത് നമ്മുടെ ഇന്ദുവേട്ടൻ്റെ ഇതല്ലേ. എന്നെ എത്രയോ പേര് എൻ്റെ മെസ്സേജ് നമ്മുടെ വളത്തിലുള്ള ആൾക്കാർ പോലും എന്നോട് ചോദിച്ചിട്ടുണ്ട്. 100 കാഴ്ചകൾ 100 ശ്രദ്ധയിൽപ്പെടുന്നത് ഒരു ശ്രദ്ധ അങ്ങോട്ട് തിരിക്കുക ശ്രദ്ധ കിട്ടും. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പലരും ഈ ടിങ്കിൾ റോസ PDF മാഗസിനിൽ വന്ന സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് വായിക്കാനായിട്ട്. അപ്പം അത് ആർക്കും കേട്ടോ പുസ്തകമല്ല. ഈ ആശയവും ശൈലിയും തമ്മിലൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത്? 2 എഴുത്തുകാർ ചേർന്ന് എഴുതുമ്പോൾ ഞാനും ബെന്യാമിനുമായിട്ട് ചേർന്ന് ഒരു ഞങ്ങളൊരു സിനിമ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഇത് ചെയ്തു. ഇപ്പം ഞങ്ങൾ ഒരു യാത്ര നടത്തിയിട്ടൊരു പുസ്തകം എഴുതി. ഇതെന്ന് വെച്ചാൽ നമ്മൾ 2 മനുഷ്യർ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ അല്ലേ ഇത്. ഇതിൻ്റെ ഒരു ഈഗോയുടെ സാധനം ഒന്നുമില്ല. ശൈലിയുടെ പ്രശ്നം വെച്ചാൽ ഒന്നുമില്ല. ഞാൻ അതിൻ്റെ ചരിത്രം ചരിത്രമൊക്കെ നമ്മളൊരു അതിന് കൂടുതൽ ആരാണ് ഇത് ചെയ്ത് അയാൾ ഉടനെ അഭിപ്രായത്തിന് ഇത് ചെയ്യും. അതിൻ്റെ തമാശകൾ രസം ഇതുമായിട്ട് ബന്ധപ്പെട്ട മൊത്തം ചട്ടക്കൂടുകളിൽ ബെന്നി പറയുന്ന സാധനങ്ങളിലാണ് കഴമ്പുണ്ടെന്ന് അത് ചെയ്യും. അതല്ല 2 തീരുമാനങ്ങൾ എൻ്റെത് എടുക്കുകയും 2 തീരുമാനങ്ങൾ ബെന്നിയുടെ എടുക്കുകയും ചെയ്തെന്ന് പറഞ്ഞതിനൊക്കെയുള്ള ഒരു മത്സര ബുദ്ധികളോ സാധനങ്ങളോ ഒന്നും ഇതിൻ്റെ അകത്തില്ല. ഇത് നമ്മൾ 2 മനുഷ്യർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ. പലപ്പോഴും അല്ലെങ്കിൽ നിങ്ങളങ്ങ് ചെയ്തോ, ഞാൻ ബെന്നിയെടുത്ത് പറയാം, നിങ്ങൾ അതിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ ആ സാധനം ഇങ്ങനെ അങ്ങ് ചെയ്യും എന്ന് പറയുന്നത് തീരുന്ന ഒരു കാര്യം മാത്രമേ എൻ്റെ അകത്തുള്ളൂ. ഇതിൽ നമ്മൾ വളരെ കുറച്ച് നാളം കൊണ്ട് ജീവിച്ച് പെട്ടെന്ന് അപ്രത്യക്ഷമായി പോകേണ്ട ചില മനുഷ്യർ ഒരുപാട് കാര്യത്തിലൊന്നും ബലം പിടിക്കേണ്ടതില്ല അങ്ങനെയുള്ള 2 മനുഷ്യർ തമ്മിൽ വരുമ്പോൾ ഇതുപോലുള്ള പല കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. എൻ്റെ ഒരു ഈഗോയും ഇതിൻ്റെ സാധനങ്ങൾ വരണ്ട. ഇല്ലെന്നുണ്ടെങ്കിൽ 10 എഴുത്തുകാർ ചേർന്ന് വേണമെങ്കിൽ ഒരു പുസ്തകം എഴുതാവുന്നില്ല. 10 എഴുത്തുകാർ ചേർന്നിട്ട് മലയാളത്തിൽ അത് സാധ്യമാണ്. സാർ, ഇപ്പം നോവലിസ്റ്റ് തന്നെ തിരക്കഥ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ അത് പാളിപ്പോകാനുള്ള ഇടയുണ്ടെന്നുള്ളൊരു മിഥ്യാധാരണകളൊക്കെ ഒഴിവാക്കിയൊരു സിനിമയായിരുന്നു പൊന്മാൻ. അതിൻ്റെ ആശംസകൾക്ക് മുന്നിൽ കൺഗ്രാറ്റുലേഷൻസ്, വിജയത്തിന് മുന്നിൽ ആശംസകൾ. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇപ്പം അമ്മിണിപ്പിള്ള വെട്ടേഴ്സ് സിനിമയായ സമയത്ത് മറ്റൊരാളാണ് തിരക്കഥ എഴുതിയത്. 4-5 ചെറുപ്പക്കാർ ആയപ്പോൾ സാർ തന്നെ തിരക്കഥ എഴുതി. അപ്പോൾ ഒരു നോവലിസ്റ്റ് തന്നെ തിരക്കഥാകൃത്താകുമ്പോൾ ചില കണ്ടീഷനിങ്ങിന് വിധേയനാകേണ്ടി വരും ഒരു കൊമേഴ്ഷ്യലൈസ്ഡ് വേർഷനിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഈ മുന്നേ പറഞ്ഞ പോലെ ചില സീനുകൾ ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും, ഇഷ്ടപ്പെട്ട് എഴുതിയത് ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും. അപ്പം ഒരു നോവലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇരുന്നു കൊണ്ട് മറ്റൊരാളുടെ ഒരു പുനരാഖ്യാന രചനയിലേക്ക് തിരക്കഥയോ സംഭാഷണത്തിനെയോ വിട്ടുകൊടുക്കാനാണോ താല്പര്യം? സ്വന്തം നോവൽ സ്വന്തമായി തിരക്കഥ എഴുതാൻ GR ഇന്ദുഗോപൻ എന്ന എഴുത്തുകാരൻ ഏതായിരിക്കും കൂടുതൽ ആഗ്രഹിക്കുന്നത്? അതിൻ്റെ 2 വളരെ വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ അമ്മിണിപ്പിള്ള എഴുതിയ നിങ്ങളെപ്പോലുള്ള ഒരു വായനക്കാരൻ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നതാണ് ഇതിൻ്റെ തിരക്കഥ എഴുതാനായിട്ട് എനിക്ക് തരുമോ എന്ന് ചോദിക്കും. പലരും ചോദിച്ചിട്ട് പോലും ഞാൻ കൊടുക്കാതെ എൻ്റെ വായനക്കാരൻ എന്നുള്ള നിലയ്ക്കാണ് ഞാനത് കൊടുത്തത് ചെയ്ത്. അദ്ദേഹം അത് കൊണ്ട് ചലച്ചിത്രമാവുന്നു. അതിൻ്റെ അത് ഞാൻ ഇടപെട്ടിട്ടേ ഇല്ല. എനിക്ക് ചില വിയോജിപ്പുള്ള സമയങ്ങളിൽ അല്ല അതാണ് അതിൻ്റെ ശരിയെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനത് വിട്ടുകൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കലാകാരന്മാരാണ്. ആ സിനിമയെ എന്നെപ്പോലെ ആ കണ്ടൻറ്റിനെ എടുത്ത് പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്ന കലാകാരന്മാരാണ്. അവിടെ ഞാനൊരിതുപോലെ എൻ്റെ കഥ ഇങ്ങനെയല്ല, ഇതിങ്ങനെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങളതിനെ തിരക്കഥ എഴുതുകയും അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല. സിനിമയെന്ന് പറയുന്നതിൽ എല്ലാവരും പറയും അതിൻ്റെ കഥാഗതിയിൽ ഇങ്ങനെ ഒരു മാറ്റം വന്നാൽ നല്ലതായിരിക്കും, ഇത്തരത്തിലുള്ളൊരു മാറ്റം വന്നാൽ നല്ലതായിരിക്കും. അത് നമ്മളവിടെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സുഹൃത്തോ
നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളോ നിങ്ങളെ കൂട്ടത്തിലുള്ള ചേട്ടാ അത് മറ്റേ ഈ രീതിയിൽ അങ്ങോട്ട് ആക്കിയത് സാർ, അതായിരിക്കും അതിൻ്റെ ഏറ്റവും ബ്രില്യൻ്റ് ഐഡിയ ആ സിനിമയിലേക്ക് വരുന്നൊരു സംഗതി. അപ്പോൾ പക്ഷേ ഇതിൻ്റെ അകത്ത് പൊന്മാനിൽ അത് ഉണ്ടാക്കിയൊരു വലിയ ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊന്മാനിൻ്റെ അകത്ത് ഉള്ള സംഭാഷണങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ പ്രചോദനമുള്ളൊരു സാധനമാണ്. അത് ഒരു ഭയങ്കര പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. അതിൻ്റെ വിവിധ കഥാപാത്രങ്ങൾ പെർഫോം ചെയ്യാനുള്ളത്. ആ പെർഫോമൻസിൻ്റെ സംഗതി ഒരു കാരണവശാലും പോകാൻ പാടില്ല എന്ന് ആ പുസ്തകത്തിൻ്റെ തന്നെ അവലംബിച്ചായിരിക്കണം അതിൻ്റെ ഒരു ഘട്ടം വരെ അതിൻ്റെ യാത്രയെന്ന് അതിലെ പ്രധാന നടനായ ബേസിലിൻ്റെ ഒരു തീരുമാനം അതിൻ്റെ അകത്തുണ്ട്. അയാൾ എഞ്ചിനീയർ ആണെങ്കിലും ആ പുസ്തകത്തിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടരുതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ ഒരു ബൈബിൾ പോലെ അദ്ദേഹം ഈ പുസ്തകം വായിച്ചൊരു 8-10 തവണ. അപ്പോൾ ഒരു ലിറ്ററേച്ചറിനോട് ഒരു പ്രധാന നടന് തോന്നിയ അല്ലെങ്കിൽ അത് അത്രയും വായിക്കണമെന്ന് വായിച്ചു മുമ്പ് ഇത് പിന്നെയും വായിക്കാനുള്ള ചോദന എന്തെന്ന് വെച്ചാൽ ടെക്സ്റ്റിനോടുള്ള അല്ലെങ്കിൽ ആ കണ്ടൻറ്റിനോടുള്ള ഒരാളുടെ ഒരു ആദരവാണ് ഒരു സാധനം. അത് മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ പ്രകാശമാനമായ ഒരു ഭാവിയെ സൂചിപ്പിക്കുന്ന ഒരു സാധനം ഒരു എഴുത്തുകാരൻ എന്നുള്ള എനിക്ക് തോന്നി. അതിൻ്റെ സംവിധായകൻ അദ്ദേഹം പറഞ്ഞു ഈ സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ ആംബിയൻസ് അതിൻ്റെ യാത്ര ഈ പുസ്തകത്തിൽ ഉണ്ടായ എല്ലാം അത് അതേപടി അതിൽ വരണം എന്ന് അതിൻ്റെ പിന്നെ ക്യാമറാമാനായ അതിപ്രഗത്ഭനായ ശ്രീ സാനു ജോണിൻ്റെ അടുത്ത് പറയുകയും സാനു അത് വെടിപ്പോടുകൂടി ഈ സംവിധായകൻ പറഞ്ഞതിനനുബന്ധിച്ച് കൊല്ലത്തിൻ്റെ എല്ലാ പിന്നെ ഈ സ്ഥലരാശികളെയും ജിയോഗ്രഫിയെയും അങ്ങനെ പല തരത്തിലുള്ള അതിൻ്റെ വിപണന സംഗതികളെക്കുറിച്ചോ മറ്റ് സംഗതികളെക്കുറിച്ചുള്ള പല സംശയം ഉണ്ടായിരിക്കും. എൻ്റെ ഒറിജിനാലിറ്റിയാണ് അതിൻ്റെ സിനിമ, അതിൻ്റെ കണ്ടൻറ്റിൻ്റെ ഒറിജിനാലിറ്റിയാണ് എന്ന് വിശ്വസിച്ചത് കൊണ്ട് വരികയാണ്. സംശയങ്ങൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാളിപ്പോയും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുമ്പോൾ അതിൻ്റെ സെൻട്രൽ ഒരു യാത്രയ്ക്ക് വരും. ശരിയാണ്, ഈ വിപണി ഇതിൻ്റെ അകത്ത് വലിയ ആഘാതം പോലെ ഓരോ മിനിറ്റും മിടിക്കുന്നത് ഇതിൻ്റെ വിപണിയാണ്. ഇത് ശരിയാകുമോ, ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ, ആരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിൽ ഉറച്ചു നിന്ന ഒരു ഇതിലേക്ക് വരികയും അതിൻ്റെ ഒരു അതിഭയങ്കരമായ ഒരു ബജറ്റ് അല്ല ഇത് ചെയ്തതെന്നുള്ളത് നമുക്കിത് ഹാൻഡിൽ ചെയ്യാം. ഇതിലാണെങ്കിൽ ഹാൻഡിൽ ചെയ്യാം. ഒറിജിനാലിറ്റി അത് നിലനിൽക്കട്ടെ എന്ന ഒരു കൂട്ടം കലാകാരന്മാരുടെ പിടിവാശി അതിൻ്റെ ഉള്ളതുകൊണ്ടാണ് എൻ്റെ സംഭാഷണങ്ങളും ഈ സാധനങ്ങളും എൻ്റെ ഒറിജിനാലിറ്റിയിലും ഇത്ര കണ്ട് വന്നതും. അല്ലാതെ ഞാൻ എഴുതിയ എൻ്റെ സംഭാഷണങ്ങളെല്ലാം മറ്റ് ചലച്ചിത്രങ്ങളിലെല്ലാം ഞാൻ എൻ്റെ ഓണർഷിപ്പ് ഓൺ ചെയ്യുന്നില്ല. ഒരിക്കലും പറ്റില്ല. നമ്മൾ പണ്ട് MGയുടെ കാലത്തോ പത്മരാജൻ്റെ കാലത്തോ പറയുന്ന നമുക്കൊന്നും ഇനിയുള്ള കാലത്ത് പറ്റില്ല. കാര്യം അത്രയും സെൻസിറ്റീവ് വളരെ ചെറിയ ഒരു ഇൻഡസ്ട്രി, അതിൽ നിന്ന് ആൾക്കാരെ ഇതായിട്ടിരിക്കുന്ന വളരെ ഐക്യമുള്ള ഒരു ജനറേഷൻ കാഴ്ചക്കാർ അവരെ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. അത് സക്സീഡ് ആയത് ഒരു കലയുടെ ആർട്ടിൻ്റെ വിജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചോദ്യത്തിന് വലിയ സന്തോഷം, നന്ദി. അപ്പോൾ സാറിൻ്റെ ഈ സാഹിത്യത്തിനെ അതേപടി സിനിമയാക്കുമ്പോൾ ഈ സാഹിത്യത്തിൽ സാർ ആദ്യം നമ്മൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ പറഞ്ഞതാണ് ഈ സാഹിത്യത്തിൽ ഒരുപാട് എഡിറ്റേഴ്സ് വരുന്നുണ്ട്. അത് ഇപ്പം സാർ എഴുതുന്ന നോവലിനാണെങ്കിൽ സാറിൻ്റെ മുറിയിലിരിക്കുന്ന ആൾക്കാരും എന്തും എഴുതാം, അത് സാറിന് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൽ വലിയ എഡിറ്റിംഗ് ഒന്നും വരില്ല. അപ്പോൾ ഒരു സിനിമയിലേക്ക് പോകുമ്പോൾ അത് ഒരുപാട് എഡിറ്റിംഗ് അതിൽ അപ്പോൾ ഈ സാഹിത്യത്തിൻ്റെ കടക്കൽ കത്തി വയ്ക്കുന്നതാണോ എന്നുള്ളൊരു ചോദ്യമാണ്. ഈ ചോദിച്ച ചോദ്യമായിട്ട് സാമ്യം വരും തൊട്ട് മുന്നത്തെ. പിന്നെ ഒരു ചോദ്യം കൂടെ ഉണ്ട്, രണ്ടിനും കൂടെ ഒരുമിച്ച്. നമ്മുടെ ഈ സമകാലീന പ്രസക്തിയുള്ള വിഷയങ്ങളാണ് സാറിൻ്റെ ഇപ്പോഴത്തെ പൊന്മാൻ എന്ന് പറയുന്ന സിനിമയിലേക്ക് വന്നത്. സിനിമയിലേക്ക് വരുമ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾ ഇന്ന് സമൂഹത്തിൽ നമ്മൾ കഴിഞ്ഞ സമകാലീന ഇതിൽ കണ്ടുവരുന്ന വാർത്തകൾ അറിയാം. സ്ത്രീധനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ ഇന്നൊരു യുവതി ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഈ കലയും സാഹിത്യവും ഇത്രമേൽ മനുഷ്യരിലേക്ക് ഇറങ്ങി ചെന്നിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യരുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരാത്തത്? അത് സാഹിത്യകാരന്മാരുടെ ഒരു പ്രശ്നമാണോ? എനിക്ക് അതിൻ്റെ ഒറ്റ വാക്കിൽ ഉത്തരം പറയാമെന്ന് വെച്ചാൽ, നിങ്ങൾ യാഥാർത്ഥ്യത്തിൽ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഞാനും ആഗ്രഹിക്കുന്നില്ല, ആരും ആഗ്രഹിക്കും. അതാണ് ഫിക്ഷൻ്റെ പ്രാധാന്യം. നിങ്ങൾക്ക് സാധാരണ മനുഷ്യരുടെ കഥ ചലച്ചിത്രമായാൽ നിങ്ങൾ എത്ര പേര് പോകും? അതിന് ആംബിയൻസ് ഇല്ല, അതിൻ്റെ ബാക്കിൽ റോ ബജറ്റ് വടവട. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരു ഭയങ്കര 50 പേരെ അടിച്ചിടുന്ന ഒരു നായകനെയും പിന്നെ 50 പേരുടെ കുരവള്ളിക്ക് പിന്നെ കടാര കയറ്റി ഒക്കെ ഒരാളുകൾ കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്നു. കാര്യം അത് ഫിക്ഷൻ്റെ സത്യമാണിത്. നിങ്ങൾ ഈ പറഞ്ഞ യാഥാർത്ഥ്യത്തിൽ എന്നും ജീവിക്കാം. അമ്മ പറഞ്ഞിട്ട് അത് നീ എങ്ങോട്ട് പോകുന്നു, എവിടെ പോകുന്നു, എങ്ങോട്ട് റോഡിലോട്ട് ഇറങ്ങി പോകണം, വീട്ടിൽ വരാൻ നേരെ ഉത്തരവായില്ലടാ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഉള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള വലിയൊരു വിടുതലാണ്. നിങ്ങളുടെ നിങ്ങളെ ഹൈ തേടിയാണ് ചെറുപ്പക്കാരെല്ലാവരും ഇതിലേക്ക് പോകുന്നത്. ഞാനൊരിക്കലും അതിന് എതിരായിട്ട് ഞാൻ പറയത്തില്ല.
മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ഒരു അതിഭീകര പിന്നെ പിന്നെ ചെയ്ത്താണ്, വയലൻസ് ആണെന്ന് എൻ്റെ അടുത്തൊന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഇവിടുത്തെ ചെറുപ്പക്കാരെ പ്രതികരിക്കുന്നു, അവരുടെ മാനസികാവസ്ഥയെ പ്രതികരിക്കുന്നു. അവരുടെ പ്രതിഭയെ കൊണ്ടുവന്ന് ഇത് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരുടെ ഭാവനയെ കൊണ്ടുവന്ന് എത്തിക്കുന്ന സാഹചര്യം, അത് വയലൻസ് ഉപകരണമാക്കുന്നില്ല. ആരും പോയി റോഡിൽ ഇറങ്ങി വന്നിട്ട് കുത്തി കൊല്ലാൻ പോകുന്നില്ല. പക്ഷേ നമുക്ക് യാഥാർത്ഥ്യബോധമുള്ള ചിത്രങ്ങളും നമുക്ക് വേണം. അതെല്ലാം ചേർന്ന ഒരു സംഗതി തന്നെയാണ് സിനിമ. പക്ഷെ അതിനുവേണ്ടിയുള്ള യത്നങ്ങളെന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള യത്നങ്ങളിലേക്ക് കൂടുതൽ 100% പേര് ഇത്തരത്തിലുള്ള ഇനിയുള്ള സിനിമകളെ എങ്ങനെ മുതലാക്കിയ പൈസ കിട്ടണ്ടേ? 50 രൂപ നിങ്ങൾക്ക് ഇവിടുന്ന് പോയപ്പോൾ, നിങ്ങൾ ഇവിടുന്ന് തമ്പാനൂർ വരെ പോകുന്ന ഒരു ഓട്ടോക്കാരൻ നിങ്ങൾക്ക് 50 രൂപ അല്ലെങ്കിൽ 60 രൂപയാണ് പൈസ എങ്കിൽ 100 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം നിങ്ങൾക്ക് മാറും അല്ലേ? 100 രൂപ 60 രൂപയ്ക്ക് ഞാൻ പൊക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണെന്ന് ചോദിക്കുന്ന സ്ഥലത്ത് നിന്ന് കോടികൾ ഇത് പോയിട്ട് നിങ്ങളുടെ ആർട്ട് പറയുകയാണ്. ഇല്ലല്ലോ, അതാണ് എൻ്റെ കലാപരമായ ഒരു സാധനം എന്ന് പറയുന്നത് ഇന്നതാണ്. ഈ IFFKക്ക് പോയി നിന്ന് കലാപരമായ സിനിമയ്ക്ക് ഒരു തിയേറ്ററിൽ കയറാനുള്ള ആളിന് ഒരു 3 സിനിമയ്ക്ക് കയറാനുള്ള ആൾക്കാരെ ഒന്ന് ഇടിക്കുകയാണ്. അടുത്ത ആഴ്ച ഈ സിനിമ റിലീസ് ചെയ്യാണ്. ഒരു മനുഷ്യനില്ല തിയേറ്ററിൻ്റെ അകത്ത്. ഷോ നടത്തണോ വേണ്ടതെന്ന് തീരുമാനിക്കുക. ഇതേ നഗരത്തിൽ ഒരാഴ്ചയ്ക്കുള്ള വ്യത്യാസത്തിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട സംഗതിയാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു തോതങ്ങ് നാളെ മുതൽ എല്ലാവരും ആർട്ട് സിനിമയ്ക്ക് മാത്രമേ പോകത്തുള്ളൂ, അല്ലെങ്കിൽ കലയുള്ളൊരു സിനിമയും യാഥാർത്ഥ്യമുള്ള ബോധത്തിൽ സിനിമ ഉണ്ടെങ്കിൽ പിന്നെ ഇറങ്ങുന്ന പടങ്ങളെല്ലാം യാഥാർത്ഥ്യബോധമുള്ള സിനിമയാണ്. പണ്ട് ഇടക്കാലത്ത് കുറച്ച് നാൾ അങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങി, വളരെ ലൈഫുള്ള. ഇപ്പോൾ ആ സിനിമയെ വന്ന പ്രകൃതി പടങ്ങളെന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുക. പ്രകൃതി പടങ്ങൾ തീർന്നു, പ്രകൃതി പടം പോരുത് മനസ്സിലായില്ലേ? അത് യാഥാർത്ഥ്യബോധമുള്ള പടത്തിൻ്റെ പുതിയ ന്യൂ ജനറേഷൻ സാധനമാണ്. അളിയ പ്രകൃതി പടമാടാ, പോലെ മനസ്സിലായില്ലേ? വൈബ് കിട്ടത്തില്ല. തന്ത വൈബ്. ഇതിനെല്ലാം അഭിമുഖീകരിച്ചിട്ട് വേണം ഒരു ചലച്ചിത്രകാരന് 10 പേരെ അതിൻ്റെ അടുത്ത് കയറ്റാനായിട്ട്. അപ്പോഴാണ് അവരെല്ലാം ഈ മറ്റെന്ത് മാർഗം എന്നുള്ളത്. ഇപ്പം ഇന്നത്തെ കാലം വയലൻസിൻ്റെ 2 ആഴ്ച അത് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ മടുക്കും, അടുത്ത ഓണറിലേക്ക് വരുന്നു. ഒരു യുദ്ധമാണ് അവിടെ നമ്മൾ കാണുന്നൊരു സംഗതി. പൊന്മാൻ സക്സസ് ആയിട്ട് നിൽക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സാറ് റെക്കഗ്നിഷൻ്റെ ഒരു പീക്കിലാണ് നിൽക്കുന്നത്. അപ്പം നോവൽ എഴുത്തിലൂടെയൊക്കെ വന്ന് സിനിമയിലേക്ക് വരികയും ചെയ്യുന്നു. ഈ പേഴ്സണലായിട്ട് ചോദിക്കാനുള്ള കാര്യമാണ്, ഭയങ്കരമായിട്ട് അങ്ങ് നിസ്സംഗനാവുന്നത് പോലെ ഒരു നിസ്സംഗതയുടെ ഒരു ഭാവമാണ് സംസാരത്തിൽ ഭയങ്കരമായിട്ട് പ്രകടമാകുന്നത്. ഇതിലൊന്നും ഒരു അർത്ഥവുമില്ല. അതിൽ മീൻസ് ഞാൻ അതിനെ നെഗറ്റീവായിട്ട് പറയല്ല. അല്ല, നെഗറ്റീവ് അല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി എന്താ നിസ്സംഗത എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നിങ്ങൾ ഈ കാണുന്ന കാഴ്ചയിലുള്ള, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇരിക്കും ഞാൻ വീണ്ടും അങ്ങോട്ടൊന്ന് കയ്യിൽ കൊടുത്തിട്ട് എന്ന് ബാക്കിയുള്ള വീട്ടിലുള്ള അടുക്കളയിലെ ജോലിയും അവരുടെ പറമ്പിൽ ചെയ്യുന്ന എല്ലാ ജോലികളും ചെയ്യാനായിട്ടിരിക്കുന്നതല്ല. ഇത് തൊട്ടപ്പുറത്താണ്, 2-4 കിലോമീറ്റർ അപ്പുറത്തുള്ളപ്പോൾ ഇതങ്ങോട്ട് അഴിച്ചിട്ട് അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ അകത്തിരുത്തി ഒരു കഥാപാത്രം എങ്ങോട്ട് പോകുന്നു, ആരുമില്ല കൂട്ടിന്. യാതനയിലൂടെ ഇത് ചെയ്യുന്നു വരുന്ന ഒരു ഒരു മനുഷ്യൻ. എല്ലാവരും അങ്ങനെയാണ്. നിങ്ങൾ ഈ കാഴ്ചയിൽ നിങ്ങൾ വലിയ നടന്മാരെ കാണുന്നു, ഇതെല്ലാം കാണുന്നു. ഞാൻ ഈ സിനിമയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അണിയറയിലേക്ക് നിങ്ങൾ വരുന്നത് അതൊരു ഷോ ബിസിനസ്സാണ്. അപ്പോൾ നിങ്ങൾ ഈ റീൽസും മറ്റു സാധനം എല്ലാം കാണുന്ന ഒരു ഷോ ബിസിനസ്. ഒരു നടൻ അതിലേറ്റവും ഭയങ്കര ഒരു ഡ്രസ്സും എടുത്തിട്ട് ആരെയും നോക്കാതെയും അയാളുടെ ബലം പിടിച്ചും ഇങ്ങനെ കയറി പോവുകയൊക്കെ ചെയ്യുന്നൊരു മനുഷ്യൻ. അത് കഴിഞ്ഞ് അയാളുടെ അണിയറയിലേക്ക് പ്രവർത്തിക്കുമ്പോൾ ഈ സിനിമയിൽ ആകുമ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെയും എല്ലാ മനുഷ്യരുടെയും സഹപ്രവർത്തകനായി മാറുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അയാളുടെ അടുത്ത സിനിമയ്ക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അടുത്ത സാധനം അത് ശരിയാവുമോ ഇതിലേക്ക് വരുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. ഓക്കെ, സക്സസ്ഫുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾ കഴിക്കുന്ന ഭക്ഷണം വേറൊരു സ്ഥലത്ത് നിന്നോ എല്ലാം തമ്മിൽ നമ്മളെല്ലാം കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് അതിനൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ ഇയാൾ ഭിന്നനല്ല. നിങ്ങളിപ്പോഴുള്ള ഈ മഹാനടന്മാരെ സാധനം എടുത്തു ഭിന്നനല്ല. അവരൊക്കെയും നമ്മുടെ തന്നെ ഐക്യം എടുക്കുന്ന, നമ്മളിൽ നിന്നും മാറാതെ ഇതിൽ നിൽക്കുന്ന, പിന്നെ ഒരുപാട് ആൾക്കാരുടെ ശല്യം ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു വശത്തേക്ക് ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുന്ന ആൾക്കാർ മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ആരും അവരുടെ ഇപ്പം എന്താ ഒരു സിനിമ ഇത് ചെയ്തു, വേറൊരു സിനിമ നിലംപൊത്തിയാൽ അയാളുടെ മനസ്സ് ചില്ലുപാത്രം എന്നുള്ളതിലേക്ക് വീഴുകയും ഒക്കെ ചെയ്യും. സാഹിത്യത്തിനാണെങ്കിലും ഒക്കെ അങ്ങനെയുള്ളൂ. സാഹിത്യത്തിന് ഉള്ള പോലും നമുക്കൊരു ഇതുണ്ട് എന്ന് വെച്ചാൽ ഒരു പുസ്തകം വീണാലും അതിനെ തകർന്നു പോയി എന്ന് വെച്ചിട്ട് ഇവിടുത്തെ റീഡേഴ്സ് ആരും വന്നിട്ട് അയാളുടെ പുറകെ വന്ന് കൂക്കി വിളിക്കുകയോ ഇതൊന്നും ചെയ്യുന്നില്ല. സിനിമയെ സംബന്ധിച്ച് അങ്ങനല്ല. ഒരു പ്രധാന നടൻ്റെ സിനിമയെ ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അടുത്ത സിനിമ വിജയിക്കുന്നിടം വരെ അയാളുടെ വേവലാതിയാണ്. ഒരു നടനെ സംബന്ധിച്ച് ഇതും ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ച് അയാളുടെ തകർച്ച. ഒരു 5 വർഷം എടുത്ത് നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരൻ 5 വർഷം യാതന സഹിച്ച് തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അതുപോലെ കലാപരമായി നല്ല സിനിമയാണ്, മറ്റതല്ല എല്ലാമാണ് വളരെ നല്ല സിനിമയെന്ന് കണ്ടവരും എല്ലാം പറയുന്നു. പക്ഷേ സാമ്പത്തികമായി അത് ഇത് ചെയ്ത് പെട്ടുപോയി.
എന്നിരിക്കെ ഇതൊന്നുമില്ലാതെ പെട്ടെന്ന് വന്ന വേറൊരു തരം സിനിമ, എന്ത് കെമിസ്ട്രി എന്നറിയാതെ പിന്നെ ആൾക്കാർ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി. അയാൾ വീണ്ടും അടുത്ത സിനിമ എടുക്കാനായി അയാളുടെ 5 അല്ല ചിലപ്പോൾ 7 വർഷമായിരിക്കും അയാൾ സഹിക്കുന്നത്. അതിനു വേണ്ടിയുള്ള ആയുസ് ആ ചെറുപ്പക്കാരനുണ്ടോ അല്ലെങ്കിൽ ചെറുപ്പക്കാരിക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മൾ ഈ പുറമേ നിന്ന് ഈ മൈക്കിൻ്റെ മുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ പിന്നക്കളിൽ ഒരാൾ നിൽക്കുന്നു, ഇതൊക്കെ എന്ന് വെച്ചാൽ വെറും പടം മാത്രമേ ഉള്ളൂ. അതിനാണല്ലോ പടം എന്ന് പറയുന്നത്. അത് എഴുത്താണെങ്കിലും ശരി, ഇതാണെങ്കിലും ശരി. നിങ്ങൾ ഈ കാണുന്ന സെലിബ്രിറ്റികൾ എന്നൊക്കെ പറയുന്നത് ഈ പ്രധാന മുഖ സാധനങ്ങളിൽ വന്നിരിക്കുമ്പോൾ ഉള്ള പകിട്ടും ചന്തവും ഈ സാധനങ്ങളും ഒക്കെ മാത്രമേ ഉള്ളൂ. നിങ്ങളെക്കാൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ മനസ്സിൻ്റെ, അത്ര പോലും പലപ്പോഴും കിട്ടാത്ത ആൾക്കാരാണ്. എന്തായാലും സ്വന്തമായിട്ട് കൊല്ലത്തിനൊരു പാട്ട് അതാണിപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ടൊരു കൊല്ലത്തിനൊരു പാട്ട് തന്ന സിനിമയാണ് പൊന്മാനെന്ന് ഞാൻ ഒരിടത്ത് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സാഹിത്യത്തിലെ അൻവർ അലി എഴുതിയാണ്. അതെ അൻവറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അടാ എൻ്റെ വാപ്പയൊക്കെ നമ്മളെ കൊല്ലം കമ്പോളത്തിലൊക്കെ ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൊല്ലം നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ, കൊച്ചിലെ എനിക്കറിയാവുന്നല്ലേ. അതെ. അപ്പോൾ അങ്ങനെ കൊല്ലത്തിന് സ്വന്തമായിട്ടൊരു പാട്ട് കിട്ടിക്കൊണ്ട് പൊന്മാൻ അങ്ങനെ നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുകയാണ്. എന്തായാലും ഇത്ര നേരം നമ്മളോട് വളരെ രസകരമായും മനോഹരമായിട്ടും സംസാരിച്ച പ്രിയപ്പെട്ട ഇന്ദുവേട്ടന് ഒരു വാളത്തുങ്ങലുകാരൻ്റെ സ്നേഹം ആദ്യം അറിയിക്കുന്നു. ആദ്യം എല്ലാവർക്കും വളരെ സന്തോഷം, നന്ദി. കഴിയുന്നവർ സിനിമ കാണണം. അത് നല്ലൊരു സിനിമയാണെന്നൊരു അഷ്വറൻസ് ഉള്ള സിനിമയാണ്. എല്ലാ സിനിമ ഇറങ്ങുമ്പോഴും എനിക്കങ്ങനെ പറയാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ശരി. അപ്പോൾ അജേഷിനെ പോലെ ഇനിയും അടിച്ചു കയറി വരട്ടെ. അപ്പോൾ എല്ലാവർക്കും നന്ദി, സ്നേഹം, സന്തോഷം.